അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധനിതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസ് പീറ്റർ അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവം, കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്ന തൻ്റെ ജീവിതാനുഭവങ്ങൾ, അസാധാരണമായ ഒരുപാട് തൻ്റെ ഓർമ്മക്കുറിപ്പുകൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് എല്ലാവർക്കും കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അവസരമുണ്ട്. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെയായിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോസ് പീറ്റർ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിമഹത്തായ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അരോമ ടി വി സൗരഭ്യം വളർത്തുന്ന, ക്രിസ്തുവിന്റെ വാസന വളർത്തുന്ന ഒരു ടി വി. ദൈവമക്കളുടെ വാസന, സൗരഭ്യം, സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, പ്രത്യാശയുടെ അതെ അരോമ ടി വിയെ ഞാൻ ദൈവസന്നിധിയിൽ അത് ഏൽപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അരോമ ടി വിയിൽ കൂടെ എൻ്റെ സ്നേഹിതരായിരിക്കുന്ന അനേകരുടെ ശബ്ദം കേൾക്കാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ പ്രത്യേകിച്ച് എൻ്റെ പഴയ സുഹൃത്തായിരുന്ന എൻ്റെ സ്കൂൾ മേറ്റും പൊളിറ്റിക്സിലും ഒക്കെ ഞങ്ങൾക്ക് ഒരുമിച്ചുണ്ടായിരുന്ന റെനി ജോർജിന്റെ, അത് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത്. ഇപ്പോഴും ഞങ്ങൾ വിളിക്കലും പറയലും ഒക്കെ കൊണ്ട് ഞങ്ങളുടെ സ്നേഹിതനാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഞങ്ങളുടെ വിശ്വാസമുള്ള ഇവിടെ അരിയൂരുള്ള സുശീല സിസ്റ്ററിനെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് അരോമ പാസ്റ്റർ എന്ന് വിളിക്കണമെന്ന് തോന്നിയത്. ജസ്റ്റ് അപ്രീഷിയേറ്റ് ചെയ്യാനാണ്. അപ്പോഴാ പാസ്റ്റർ പറഞ്ഞ ഒരു ദിവസം വരാൻ പറഞ്ഞത്. ഏതായാലും ദൈവം അതിനുള്ള വഴി ഒരുക്കുമല്ലോ. ഞാനും അത്ഭുതകരമായി അത് നാശകരമായ കുഴിയിൽ നിന്ന് കുഴിഞ്ഞ ജയിലിൽ എന്നെ കയറ്റി ഒരുത്തനാ. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അത് പെന്തിക്കോസ് വിശ്വാസത്തിൽ, ബൈബിളിലെ വിശ്വാസത്തിൽ വന്ന ഒരുത്തനാ. ഒരു തരത്തിൽ പറഞ്ഞാൽ ചെറുപ്പം മുതൽ ഞാൻ ക്രിസ്ത്യ കുടുംബത്തിൽ കോട്ടയത്ത് CMS സ്കൂള്, CMS ഹൈസ്കൂള്, CMS കോളേജ്, അത് എന്റെ പഠിത്തത്തിലുള്ള ബന്ധത്തിൽ MA മാത്രം ചങ്ങനാശ്ശേരി NSS പോയി ചേർന്നു. അപ്പൊ ചെറുപ്പം മുതലേ സൺഡേ സ്കൂൾ പഠിക്കും. ഞങ്ങളുടെ CMS കോളേജില്, അത് ഞാൻ താമസിക്കുന്ന CMS കോളേജിന്റെ കിഴക്കേ സൈഡിൽ ബേക്കർ സ്കൂളിന്റെയും CMS കോളേജിന്റെ ഇടയ്ക്കുള്ള അത് നാമ്പടത്ത് പറയാനൊക്കത്തില്ല, ബേക്കറിന്റെ ഹില്ല CMS കോളേജിന്റെ താഴ്വശമാണ്. അവിടെ ഞാൻ അങ്ങനെ പഠിച്ചപ്പോഴത്തേക്ക് സൺഡേ സ്കൂൾ രാവിലെ 3 വയസ്സുള്ള പോലെ സൺഡേ സ്കൂൾ പോകും. അത് കഴിഞ്ഞ് പള്ളിയിൽ പോകും. അവിടെ CMS കോളേജ് ഹൈസ്കൂളിലാണെങ്കിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞങ്ങൾക്ക് സ്ക്രിപ്ചർ ക്ലാസ് ഉണ്ട്, ബൈബിൾ പഠിപ്പിക്കും. അത് 10ാം ക്ലാസ് പാസ്സാകുമ്പോഴത്തേക്ക് ബൈബിൾ മുഴുവൻ പഠിച്ച് ഇറങ്ങി വരുന്ന കുമ്മനൻ രാജശേഖരനെ, അല്ല സുരേഷ് കുറുപ്പ്, അങ്ങനെ അനേകരും ഞങ്ങളുടെ കൂട്ടത്തെ ഒരിഞ്ച് പഠിക്കുകയും വളർത്തുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ 9ാം ക്ലാസ്സിൽ കയറിയപ്പോൾ ദൈവം എന്നെ അഭിഷേകം ചെയ്തു. ഞാനൊരു ബെന്തിക്കോസുകാർ, എൻ്റെ അപ്പനും അമ്മയും പട്ടാളത്തിലായിരുന്നു, മിലിറ്ററിയിലായിരുന്നു. ആർമി ആകുമ്പോൾ അപ്പനും അമ്മയും വടക്കേണ്ടിയിൽ പോകുന്ന ഞങ്ങളുടെ ബന്ധുക്കളുടെ എൻ്റെ അപ്പന്റെ വീട്ടിൽ നിർത്തി. അത് കഴിഞ്ഞ് എൻ്റെ അമ്മാച്ചന്റെ വീട്ടിൽ പോയി. അപ്പൊ അവിടെ ഒരു പെന്തിക്കോസ് ഹോൾ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ സൺഡേ സ്കൂൾ പഠിക്കാൻ പോയി. അവിടെ ഒരു കാത്തിരിപ്പിയോന്ന് നടന്നു. അതിൽ ഞാൻ പോയിരുന്നെങ്കിലും എനിക്ക് ഒന്നും ആയില്ല. വീണ്ടും വീട്ടിൽ വന്ന് ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് പ്രാർത്ഥിച്ച് ദൈവം എന്നെ അഭിഷേകം ചെയ്തു. ഇറ്റ് ലാസ്റ്റഡ് ഫോർ 3-4 hours. അന്യഭാഷ പറയുകയും പ്രവചിക്കുകയും വെളിപ്പാട് പറയുകയൊക്കെ ചെയ്തു. അവിടുന്ന് ഞാൻ അടുത്ത വർഷം CMS കോളേജ് ഹൈസ്കൂളിലെ ബോർഡിങ്ങിലായിരുന്നു, ഞാനും എൻ്റെ അനിയനും. എനിക്ക് ഞങ്ങൾ 3 പേര്. മൂത്തത് ഞാനാണ്, ഇളയത് ഒരു പെങ്ങളാണ്. അവൾ ഒരു പാസ്റ്റർ കല്യാണം കഴിച്ചു, അവൾ മരിച്ചുപോയി, ഭർത്താവിനോട് ചേർന്നു. ഇളയൊരുത്തനുണ്ട്, ഇവരെല്ലാം എൻ്റെ കൂടെ ഇരുന്ന് അഭിഷേകം പ്രാപിച്ചു. ജലക്കരസം എൻ്റെ അമ്മയാണേലും എൻ്റെ അനിയനാണേലും പെങ്ങളാണേലും ഇവരെല്ലാം എൻ്റെ കൂടെ ഇരുന്ന്, ഞാൻ വിശ്വാസത്തില് അത് കോളേജിലേക്ക് കയറിയപ്പോഴത്തേക്ക് പിന്മാറിപ്പോയെങ്കിലും കാരണം വീട്ടുകാരെന്നെ അത് നിരോധിച്ചെന്നുള്ള സത്യം. അപ്പനും അമ്മയും വടക്കേണ്ടി 2 വർഷം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 10ാം ക്ലാസ് വരുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നീ ബെന്തിക്കോസിൽ പോയിടാന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പിടിച്ചു. അത് കഴിഞ്ഞ് എന്നെ പോകാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ കോളേജിലോട്ട് ചെന്നപ്പോഴത്തേക്ക് എൻ്റെ സുഹൃത്തുക്കളാണ് പാലാ കെ മാത്യുവിന്റെ മകൻ ജോഷിയുണ്ട്. ജോഷി മുഖാന്തരം ഉമ്മൻചാണ്ടിയെയും അതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയൊക്കെ പരിചയപ്പെട്ട് അപ്പൊ അങ്ങനെ പതുക്കെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. ഇടയ്ക്ക് വെച്ച് അവിടെ അഭിപ്രായ വ്യത്യാസം, ഉമ്മൻചാണ്ടിയുള്ള ചില അഭിപ്രായ വ്യത്യാസം മുഖാന്തരം വീണ്ടും ഞാൻ ഇവിടുന്ന്
അല്പ രാഷ്ട്രീയം മാറി നിന്നു. വീണ്ടും കെ കരുണാകരനുമായിട്ട് ബന്ധപ്പെടാൻ അവസരം ലഭിച്ചു. അങ്ങനെ അത് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി വിശ്വാസം വരുന്നത് വരെ, അതായത് 1977 വരെ, അത് 7-8 വർഷം രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നത്. അന്തിക്കോസിൽ ഞാൻ 69 പരിശുദ്ധാത്മനാനം പ്രാപിച്ച് ദൈവവേദനായി ഞങ്ങൾ പഠിച്ച ബോർഡിങ്ങില് ഞാൻ മുഖാന്തരം അവിടെ ബൈബിൾ ക്ലാസ് ആരംഭിച്ചു. അവിടെ സ്ക്രിപ്ചർ ക്ലാസ് കൊണ്ട് രാവിലെ പാട്ടും പ്രാർത്ഥനയും കൊണ്ടെങ്കിലും ശനിയാഴ്ച ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ് ആരംഭിച്ചു. അതിന്റെ സാറുമാരാണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്. അവിടുന്ന് കോളേജിൽ വന്നപ്പോഴത്തേക്ക് വീട്ടിൽ നിരോധിച്ച് കൂട്ടായ്മ ഇല്ലാതായി. എങ്കിലും എന്റെ പഴയ MT ജോസഫ് സാറ് എന്നെ സ്നാനപ്പെടുത്തുകയും വിശ്വാസം കൊടുക്കുന്ന ആളാണ്. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കാണുമ്പോഴേക്കും ചിരിക്കുകയും വിശ്വാസി വരണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യെങ്കിലും ഞാനത് രാഷ്ട്രീയ അങ്ങ് മുഖത്ത് തിരുവഞ്ചൂർ രാഷ്ട്രീയം ഉമ്മൻചാണ്ടിയും അതൊക്കെ ആയിട്ട് വലിയ രാഷ്ട്രീയം കളിച്ചു. അത് അല്പമായിട്ട് അവരൊന്നും അകന്നു. കെ കരുണാകരന്റെ കൂട്ടത്തിലായിരുന്നു പിന്നെ എന്റെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരുന്നവരെ. അപ്പൊ ദൈവം എന്നെ ആ ഇടയ്ക്ക് എന്തായ അത്ഭുതകരമായ ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, സീമസ് കോളേജിൽ ഞങ്ങൾക്ക് ഇലക്ഷന്റെ കാലത്ത് അവര് എതിരാളികള് ഞങ്ങളെ കൊല്ലാനായിട്ട് വടിവാളും കടാരിയായിട്ട് ഓടി ഞാനും കുമ്മനം ശാസ്ത്രനും കൂടെ ആ സീമസ് കോളേജിൽ ഗ്രൗണ്ടിൽ കൂടി ഓടി ചുങ്കത്ത് പോയി രക്ഷപ്പെട്ടുകാരും ഇന്നും ഞങ്ങൾ രണ്ടുപേരും കാണുമ്പോഴും പറയാറുണ്ട്. അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ട്, കർത്താവ് വരാറായി, ഇതൊരു യാഥാർത്ഥ്യമാണ്. അവിടുത്തെ പുള്ളി വേറെ കാര്യങ്ങളൊക്കെ പറയും. എങ്കിലും അവിടുന്ന് വീണ്ടും ഞാൻ അങ്ങനെ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വന്ന് സ്കൂളിൽ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അത് ഞാൻ PM ഫിലിപ്പ് സാറിന്റെ ബൈബിൾ സ്കൂളിൽ പഠിച്ചത്. അവിടെ TP വർഗീസ് സാറ്, അതുപോലെ PM ഫിലിപ്പ് സാറ്, KM ജോസഫ്, അതുപോലെ തന്നെ KM ജോസഫ് പാസ്റ്ററുടെ കൂട്ടത്തിലായിരുന്നു. ഇവിടെ എല്ലാം ഞാൻ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വന്നതുകൊണ്ട് കേരളത്തിലെ സകല സെൻട്രൽ കൺവെൻഷനിൽ എന്നെ കൊണ്ടുപോയി പ്രസംഗിക്കും. സ്റ്റേറ്റ് നമ്മുടെ രാത്രി മുഴുവൻ രാത്രിയിൽ ഞങ്ങൾ അദ്ദേഹത്തിന് KM ജോസഫ് പാസ്റ്റർക്ക് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, SD ജാബ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങള് അങ്ങ് തൃശ്ശൂർ പോയി മാന്നാമംഗലത്തേക്ക് പ്രസംഗം കഴിഞ്ഞ് രാത്രി അവിടെ നിന്ന് 10-10 ആകുമ്പോഴത്തോട് പോകുന്ന 2-2:30 3 മണി ആകുമ്പോഴത്തേക്ക് വീട്ടിൽ വരുന്നത്. അവിടെ വീട്ടിൽ വന്ന് രാവിലെ അദ്ദേഹത്തിന് ബൈക്ക് എടുത്ത് വീട്ടിൽ പോയി കുളിച്ച് റെഡിയായി. അപ്പൊ അന്നേരം വീട്ടുകാരെ ഞാൻ വിശ്വാസം വന്നുകൊണ്ട് വീട്ടിൽ വന്നപ്പോഴത്തെ വീട്ടുകാരെതിരാ, വീട്ടിൽ ഭക്ഷണം തരത്തില്ല. കാരണം നീ ബെന്തിക്കോസിൽ പോക്കോ, ബെന്തിക്കോസുകാരുടെ തിന്നാൻ പടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും എന്നെ അനവി ചെയ്യത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് എന്റെ അപ്പനും അമ്മയ്ക്കും ഭയങ്കരമായിട്ട് അസുഖം പിടിച്ചു. അസുഖം പിടിച്ചാൽ എന്റെ അപ്പൻ ആർമിയിലായിരുന്നു. ആർമി ലേ ലഡാക്കില് എന്റെ അപ്പൻ ഇരിക്കുമ്പോഴത്തേക്ക് ആസ്മ രോഗിയായി. അത് പെൻഷൻ 1971 പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആ യുദ്ധം കഴിഞ്ഞ അപ്പൻ പെൻഷനായി വീട്ടിൽ വന്ന്. അപ്പൊ ഞങ്ങള് അവിടുന്ന് വാടകയ്ക്ക്, അതുപോലെ വാടകയ്ക്ക് ആസ്വദിക്കാറ് ഞങ്ങള് ഒടമാളൂർ എന്ന സ്ഥലത്ത് ഞങ്ങള് ഒരു സ്ഥലം മേടിച്ചു. അമ്പാടി ജംഗ്ഷൻ, കുടുംബാടൂർ കർണാടക കഥ വലിയ കലാമണ്ഡലം കഥകളി ആചാര്യനുണ്ട്, അദ്ദേഹത്തിന്റെ വീടിന്റെ അപ്പുറത്തെ വീടാ അമ്പാടി ജംഗ്ഷനിലാണ്. അപ്പൊ അവിടെ ഞങ്ങൾ വീട് അവിടെ എന്റെ രാഷ്ട്രീയം കൊണ്ട് കേരള രാഷ്ട്രീയത്തില് ഈ കോട്ടയം ജില്ലയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവായി ഞാൻ അങ്ങ് വളർന്നു കഴിഞ്ഞു. അതിന് ഞാനും ഈ കാര്യത്തിനുമാണ് അന്ന് പാർട്ടിക്ക് സ്പ്ലിറ്റ് ഉണ്ടായപ്പോഴത്തേക്ക് കെ കരുണാകരന്റെ കൂടെ നിന്ന് ഇത് കേസ് ഉണ്ടാക്കാൻ കോടി നടന്നൊക്കെ. അവിടുന്ന് അങ്ങനെ വളർന്നു വന്ന്. എങ്കിലും എന്റെ ഉള്ളില് അതിന്റെ ഇടയ്ക്ക് ഇടമറി എന്റെ ക്ലാസ്മേറ്റാ. സനൽ ഇടമറി എന്റെ 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമി പഠിക്കുക. ഇപ്പോഴും ഞങ്ങൾ ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ അവരുടെ വീട്ടുകാരുടെ അവരുടെ അപ്പനും അമ്മയും അവരുടെ സഹോദരിയുമായിട്ടുള്ള ബന്ധം പോവുകയും വരികയൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് ഒത്തിരി സംശയങ്ങളായി. കാരണം ഞാൻ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യ ജീവിതത്തിൽ കൂടുതൽ ജനിതതാണ്. എനിക്ക് ദൈവം ഉണ്ടോ, ദൈവം ഉണ്ടെങ്കിൽ ദൈവം ഇങ്ങനെ ദൈവമാകുന്നേ, സ്വർഗം ഉണ്ടോ, സ്വർഗം ഉണ്ടെങ്കിൽ സ്വർഗം ഇങ്ങനെ സ്വർഗം എന്ന്, ദൈവത്തിന് ആദാമിനെ പാപം ചെയ്യാതെ സൃഷ്ടിക്കാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യങ്ങളാണ്. ഇതെല്ലാം കൊണ്ട് ഞാൻ ചോദിച്ചു, അനേകരുടെ ചില ഉത്തരങ്ങൾ ചോദിച്ചിട്ട് രാഷ്ട്രീയത്തിൽ കയറിയപ്പോഴത്തേക്ക് ഈ ഇടമറി നിരീശ്വരവാദിയായി യുക്തിവാദി എന്ന് പറഞ്ഞാൽ ഒരു ഫൂളാ. ശരിക്കും പറഞ്ഞാൽ യുക്തിവാദി എന്ന വാക്കിന്റെ അർത്ഥം പോലെ ഈ നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും പറഞ്ഞവർക്ക് അറിയാമല്ലെന്നുള്ള യാഥാർത്ഥ്യം. യുക്തിവാദം എന്ന് പറഞ്ഞ വാക്കിലെ റാഷണലിസം എന്ന വാക്കിന്റെ അർത്ഥം കാര്യകാരണസഹിതം പറയുക എന്നാണെന്നുള്ളത് പലർക്കും അറിയത്തില്ല. ഒരു 75-80% പേർക്കും അറിയത്തില്ല. 80-90% പേർക്കും അറിയത്തില്ല. അത് സത്യമാണ്. യുക്തിവാദി എന്ന് പറഞ്ഞാൽ ഏതാണ് കാണുന്നതല്ലേ എതിർക്കുക എന്നുള്ള ഒരു സന്ദർഭമാണ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാരണം അത് എന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ജോർജ് ജോസഫ് പൊടിവാറ ഔസേപ്പച്ചനാണ്. ഔസേപ്പച്ചന്റെ കൂട്ടത്തിലായിരുന്നു ഞങ്ങൾ. ഔസേപ്പച്ചനുമായിട്ട് പാർട്ടി സ്പ്ലിറ്റ് ആയപ്പോഴത്തെ ഔസേപ്പച്ചൻ മറ്റു ഗ്രൂപ്പിലായി, ഞാൻ നേരെ തിരിച്ചായി. അപ്പൊ ഞങ്ങൾ വലിയ പ്രശ്നങ്ങളായി. എന്നെ കൊല്ലാനായിട്ട് കുടമാളൂർ താമസിക്കുമ്പോഴത്തേക്ക് രാവിലെ എന്റെ വീട് നിറച്ച ആൾക്കാരാ എന്നെ കാണാനും കേൾക്കാനും ഒക്കെ, അത് ചെയ്യാനും ഇത് ചെയ്യാനും പല പ്രശ്നങ്ങളും പരിഹരിക്കാനും ഒക്കെ ആയിട്ട് ഏതെങ്കിലും കാണുന്ന വണ്ടിയെ കയറി ഞാനങ്ങ് പോവും. രാത്രി 10-10:30 നമ്മളത്തേക്ക് പിന്മാറി പോകാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെ അത് പിടിക്കാം?
ഒരു സ്ത്രീ വിഷയം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും എന്റെ കൈയുണ്ടായിരുന്നു. മദ്യപാനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അത് കോട്ടയത്ത് രാജധാനി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗോപിച്ചേട്ടൻ ഞങ്ങളുടെ രാഷ്ട്രീയക്കാരനാ. അവിടെ എല്ലാം ഫ്രീയാ. അതല്ല ഗസ്റ്റ് ഹൗസില്ല, രാത്രി അവിടെ നിന്ന് ഇവിടെ അതൊക്കെ എല്ലാം വന്ന് ഗസ്റ്റ് ഹോളൊക്കെ അടിച്ച് അവിടെ നിന്ന് രാത്രി വീട്ടിൽ ചെന്നിറങ്ങി കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ കിടന്നു രാവിലെ എഴുന്നേറ്റ് ജോലിയും ചെയ്യും. അപ്പൊ അങ്ങനെ അനേകര് വരുന്ന കൂട്ടത്തില് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അങ്ങനെ നിരീശ്വരവാദവും രാഷ്ട്രീയമൊക്കെ പ്രസംഗിച്ച് രാഷ്ട്രീയങ്ങളെല്ലാം വലിയ നിരീശ്വരവാദമാണ്, യുക്തിവാദമാണ്. അപ്പൊ അങ്ങനെ കുമ്മനം രാജശേഖരനുമായിട്ട് ഓടിയ കാര്യം ഞാൻ പറഞ്ഞല്ലോ, സുരേഷ് കുറുപ്പ്. അതിനിടയ്ക്ക് കേക്കറിനായിട്ടുള്ള ബന്ധത്തില് അല്പം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഞങ്ങൾ അവരുമൊക്കെ ആയിട്ട് സീമസ് കോളേജില് അഫിലിയേഷൻ ഉണ്ടാക്കി. അപ്പോഴത്തേക്കാണ് അങ്ങനെ ഇരിക്കുമ്പോഴേ 76-ല് ഞാൻ BA സെക്കൻഡ് ഇയർ പഠിക്കുക. ഞങ്ങളുടെ സീനിയർ ബാച്ച് ഈ രാഷ്ട്രീയ ഞങ്ങള് സീമസ് കോളേജ് കണിയാങ്കുളം ഫാമിലിയാ. അത് ഞങ്ങളൊരു പള്ളിക്കാരാ, ഒരു സ്കൂളിലും കോളേജ് ബന്ധപ്പെട്ടിരിക്കുന്നവരാ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് സീമസ് കോളേജ് ഞങ്ങൾ കാന്റീനിൽ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു പ്രിയ സ്നേഹിതൻ ഓമനക്കുട്ടൻ എന്ന് പറയുന്ന സ്നേഹിതനാ. ആ സ്നേഹിതൻ വലിയ ബാനറ്റുമായിട്ട് വന്ന് ഞങ്ങളെ വെല്ലുവിളിച്ചു. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് കൂട്ടുകാർ വന്ന് പറഞ്ഞു, എവിടുത്തെ കുട്ടൻ അവിടെ ബാനറ്റുമായിട്ട് കുത്താൻ നിൽക്കുക, അവിടെ നിൽക്കുകയെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി കാന്റീനിൽ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ ബാനറ്റുമായിട്ട് പട്ടിയിട്ട് നിൽക്കുക. അപ്പൊ ഞാൻ എന്റെ കൂട്ടത്തിൽ ജോണ്, അവനോട് അവന്റെ അപ്പനൊക്കെ ഫാമിലി കണിയാങ്കുളം ഫാമിലി തന്നെ കോട്ടത്തിൽ വലിയ കായികാഭ്യാസ ഫാമിലികളാ. അപ്പൊ ജേണിന് മൂട് ഇറങ്ങുമ്പോൾ ഞാൻ നിർത്തി. ഞാൻ നേരെ പുറകോട്ട് ചെയ്ത് ക്യാൻറ്റീന് പുറകെ ചെന്ന് നല്ല കീറിയിട്ട് വിറകുമുട്ടിയുണ്ട്, വിറകുമുട്ടി എടുത്ത് ഇറങ്ങി വന്നപ്പോഴത്തെ ഇവന്മാര് എന്നെ അടിക്കാൻ വന്നവർ റോഡിൽ ചാടി. ഞങ്ങൾ പുറകെ റോഡിൽ ചാടി. ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം വന്ന് ഒരിഞ്ഞ അടിയും കിടന്നു. ഞാൻ നോക്കുമ്പോഴേ എന്റെ സ്നേഹിത ജോൺ എന്ന് പറയുന്ന കണിയാങ്കുളം ഫാമിലി, അവർക്ക് പിന്നെ വിശ്വാസം വന്നു. ആ ജോണിന്റെ കുത്താന് 18 നീട്ടി കുത്തുമ്പോഴത്തേക്ക് ഞാൻ വിറകുമുട്ടി വെച്ച് ഓമനക്കുട്ടന്റെ തലക്കൊരു അടി കൊടുത്തു. അന്നേരം അവിടെ വീണ്. ആ ബാനറ്റ് ഉടനെ ഞാൻ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ സുരേഷ് കുറുപ്പും ഞങ്ങളുടെ അതുപോലുള്ള എല്ലാവരും കൂടെ വന്ന് ഞങ്ങൾ മേടിച്ചുകൊണ്ട് പോയി. അന്ന് പിന്നെ പൊടിവാറ ഔസേപ്പച്ചന്റെ പെങ്ങളുടെ മകൻ ആണ് കോട്ടയത്ത് SP പത്രം. അപ്പം പൊടിവാറ ഔസേറ്റ് പോയി കണ്ടുപിടിച്ച് അവിടെ ചെന്ന് ഞങ്ങൾ അവിടെ സറണ്ടർ ചെയ്ത് കുറുവാറ ഔസേപ്പച്ചന്റെ ആ ബലത്തിൽ ഞങ്ങള് പോലീസിന്റെ ബലത്തില് ഞങ്ങൾ രക്ഷപ്പെട്ടു. അതിൽ ആ കേസ് വന്നപ്പോഴത്തേക്ക് എന്നോട് 10 പേര്, ഞാൻ പ്രതിയല്ല. എന്റെ അപ്പൻ അന്ന് ആർമി റിട്ടയർ ആയിട്ട് കോട്ടയത്തെ മുനിസിപ്പൽ സ്റ്റാൻഡിൽ സർജന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിൽ അപ്പന്റെ ഒപ്പിടുന്നത്, രാവിലെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് രാവിലെ വൈകുന്നേരം അടുത്തപ്പോഴത്തേക്ക് അവിടുത്തെ ബാലചേട്ടൻ എന്ന് പറയുന്ന ഒരു ഹെഡ് കോൺസ്റ്റബിള് ചോദിച്ച്, സാറേ നമ്മുടെ സീമസ് കോളേജിൽ വലിയ അടി ഉണ്ടായിട്ടുണ്ട്, അവിടെ സാറിന് പരിചയമുള്ള വല്ലവരും ഉണ്ടോ നോക്കാൻ പറഞ്ഞു. നോക്കുമ്പോഴത്തേ 1-ാം പേരുകാരൻ എന്റെ 1-ാം പേര് കിടക്കുന്നാലും സുരേഷ് കുറുപ്പ് പ്രതിയാണ്. അല്ലെ അങ്ങനെ പലരുണ്ട്. സുരേഷ് കുറുപ്പ് ഞാന് അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 5-8-10 കണിയാങ്കുളം ഫാമിലി ഇവരെല്ലാം പ്രതിയാണ്. പക്ഷേ അപ്പൻ ഇതുകൊണ്ട് ബാലചേട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്യും. ബാലചേട്ടൻ പറഞ്ഞു, സാറിന്റെ പേരങ്ങ് വെട്ടിയേക്കാന്ന് പറഞ്ഞു. ഈ കോടതി കേസ് വന്ന് അപ്പോഴത്തേക്ക് ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും പ്രതികളാണ്. ദൈവം ഒരു കരുതല. പക്ഷെ 969-ൽ എന്റെ അപ്പൻ അങ്ങ് രാജസ്ഥാനിലായിരുന്നു. അവിടുന്ന് ഞാൻ പെന്തിക്കോസുകാരുടെ കൂട്ടായ്മയിൽ പോയി ദൈവം എന്നെ പരിശുദ്ധാത്മാവിൽ നിറച്ചു. അന്യഭാഷയിലും പ്രവചനവും വെളിപ്പാട് പാട്ടു. അങ്ങനെ ഞാൻ സീമസ് കോളേജിൽ 10-ാം ക്ലാസ് വന്ന് പഠിക്കുന്നതും അവിടെ ബൈബിൾ ക്ലാസ് ആരംഭിക്കുന്നതും. എങ്കിലും കോളേജിലോട്ട് വന്നപ്പോഴത്തേക്ക് പിന്മാറിപ്പോയത് മുഖാന്തരം എനിക്ക് ഇതെല്ലാം അപ്പോഴത്തേക്ക് രാഷ്ട്രീയക്കാരനായ അടിയും കുത്തും വെട്ടും എല്ലാം. ഞാനിതുവരെ ഒരുത്തരും തല്ലാൻ പോയിട്ടില്ല, എന്റെ കൈ കൊണ്ട് ഞാൻ ആരും അടിച്ചിട്ടില്ല. ആകെ ഉള്ളത് ഈ ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരാള് ഉള്ളത്. അതിനൊക്കെ രസം എന്ന് വെച്ചാൽ ഈ ഓമനക്കുട്ടൻ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കുവൈറ്റിൽ ചെന്നപ്പോഴത്തേക്ക് ഈ കുണ്ടി അവിടെ രഹസ്യ പെന്തിക്കോസുകാരനാ, ഹിന്ദുവാ. ഞങ്ങൾ കെട്ടിപ്പിടിച്ച് എനിക്കൊരു 10 ദിനാർ പോകും. ഞാൻ എന്നെ കൂട്ടുകൂട്ടാ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കേൾക്കില്ല, ഇത് കർത്താവിന്റെ വേലയ്ക്കാന്ന് എനിക്ക് ഇരിക്കട്ടെന്ന് പറഞ്ഞു. അത് എനിക്ക് അതുപോലെ ഞങ്ങൾ പഠിക്കപ്പെട്ട ഞങ്ങളുടെ സീമസ് കോളേജിലെ അധ്യാപകന്മാര് അത് ഒത്തിരി പേര് ഇപ്പോഴും വിശ്വാസം വന്നു. അവിടെല്ലാം CSIയും മാർത്തമാക്കവരൊക്കെ അവരുടെയൊക്കെ ഞാൻ സാക്ഷ്യം പറയുക. കാരണം എന്നെ അറിയാം. കാരണം എന്റെ കോട്ടയത്തെ നമ്മുടെ പെന്തിക്കോസുകാരനെ ഞാൻ വിശ്വാസ പിന്മാറത്തി അങ്ങനെ 977-ൽ ഞാൻ എന്റെ പൊടിവാറ ഔസേപ്പച്ചന്റെ ആയിട്ടുള്ള ബന്ധത്തിലുള്ള അകലിച്ച മുഖാന്തരം അദ്ദേഹത്തിന്റെ ആൾക്കാർ ഞങ്ങളുടെ ആൾക്കാരും തമ്മിൽ അടിമാന്തി എന്റെ വീട്ടിൽ ദിവസവും വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അല്ലെങ്കിൽ രാവിലെ വൈകിട്ട് എപ്പോഴെങ്കിലും
വടിവാടും തോക്കും കടാരിയായിട്ട് എന്നെ കൊല്ലാൻ വരും. എന്റെ അപ്പനും അമ്മയും ഇവിടെ ഇരിക്കും, ഞാൻ കാണത്തില്ല. പക്ഷെ 969 ഞാൻ പെന്തിക്കോസുകാരനായപ്പോഴത്തെ അന്നൊരു കാര്യം ഞാൻ പറഞ്ഞു. കാരണം അന്ന് കോട്ടയം ഫിലദൽഫിയ IPC നടന്ന ഇന്റർമീഡിയറ്റ് സെക്ഷനിൽ അത് പിന്നെ പ്രസംഗ മത്സരത്തിന് അവിടുത്തെ സബ്ജക്ട് എടുത്ത് കർത്താവിന്റെ വരവാ. അപ്പൊ എനിക്ക് ചെറുപ്പം മുതൽ 3 മുതൽ ബൈബിൾ വായിക്കുന്നുണ്ട്. ഈ ബൈബിള് കഥയും സംഭവങ്ങളിൽ എനിക്കറിയാൻ പറ്റും. ഉപദേശം മാത്രം ക്ലിയർ അല്ലെന്ന് മാത്രമേ ഉള്ളൂ. കഥയും സംഭവങ്ങളെല്ലാം എനിക്കറിയാം. ദൈവത്തെ ഭയമുണ്ട്, ദൈവത്തെ പേടിയുണ്ട്. ദൈവം എന്ന് കേൾക്കാൻ എനിക്ക് അന്നും ഇന്നും എല്ലാം പേടിയാ. അങ്ങനെ ഇപ്പോഴത്തേക്ക് ഞാൻ പക്ഷേ അന്ന് രക്ഷിക്കപ്പെട്ട് ആത്മാവ് നിറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കർത്താവ് പറഞ്ഞു, കർത്താവിന്റെ ഹൃദയത്തിൽ തന്നൊരു ആശയമാണ്. ആ ദൈവനോട് സംസാരിച്ച് കാണിക്കാന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം യു ഹാവ് നോട്ട് ടൈം ടു സ്പെയർ, ഐ ആം കമ്മിങ് സൂൺ. ഇതാ ഞാൻ വേഗം വരികയാണ്, എനിക്ക് വ്യർത്ഥമായ ചെലവഴിക്ക് സമയമില്ല, നീ എന്റെ സാക്ഷിയായി ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ കർത്താവിന് കാണുന്നത് അവിടുത്തെ എല്ലാം സാക്ഷ്യമായിട്ട് പോവുകയും വരികയും ചെയ്തു. പക്ഷെ എന്റെ അപ്പനും അമ്മ തിരിച്ചു വന്നപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്ത്. അങ്ങനെ ഞാൻ കോളേജിലേക്ക് കോളേജിൽ 1970 ഞാൻ CMS കോളേജിലേക്ക് വന്നപ്പം അത് ഒരു 3-4 മാസം നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അന്നത്തെ ആദ്യത്തെ ഇലക്ഷൻ, ഉമ്മൻചാണ്ടിയുടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ആദ്യത്തെ ഇലക്ഷൻ. ആ ഇലക്ഷൻ 30 ദിവസം ഞാൻ അദ്ദേഹത്തിന് കൂടെ ഉണ്ട്. പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ ആദ്യം ഉമ്മൻചാണ്ടി ഇലക്ഷൻ മത്സരിക്കുക. ആ കൂട്ടത്തിൽ ഞാനുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇനി അന്നുണ്ടായിരുന്ന മിക്കവാറും എല്ലാവരും പോയി അക്കരയ്ക്ക് പോയി. ഉമ്മൻചാണ്ടി നല്ല സുവിശേഷം എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ എറണാകുളത്തുനിന്ന് എറണാകുളത്തുനിന്ന് ട്രെയിനിൽ വരുമ്പോഴത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്. എന്നെ വിളിച്ചു, സാറിന് ക്ലാസ്സില, സ്ലീപ്പർ ക്ലാസ്സില, എന്നെ കണ്ടു വിളിച്ചു വരാൻ പറഞ്ഞു. അദ്ദേഹം സൈഡ് തന്നെ എന്നെ കൂടി ഇരുത്തി. അപ്പൊ ഞാൻ പെന്തിക്കോസുകാരനാണെന്ന് മാനസാന്തരപ്പെട്ടെന്ന് ക്ഷമ പറഞ്ഞ കാര്യമൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ എന്റെ കയ്യിൽ എപ്പോഴും ട്രാക്ട് ഉണ്ട്, ഇന്നും പോക്കറ്റിലുണ്ട് ഇപ്പോഴും. അതിനകത്ത് ഞാൻ 10-25 ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോഴും വാലിഡ് ആയി നിൽക്കുന്ന ടിൽ 2 ട്രാക്ടിൽ, ഒന്ന് മില്ലേനിയം മെസ്സേജ്, ദ ഹോൾ ബൈബിൾ സമറൈസ്ഡ്, വെറുതെ MBBS ഭാഷയിൽ സയൻസ് ഗ്രൂപ്പിന് വേണ്ടിയാണ്. രണ്ടാമത്തെ ഒരു ട്രാക്ട് ഉണ്ട് ഇപ്പോഴും വരുന്നത്, ലോകം അങ്ങോട്ട്. അത് ഇപ്പൊ ഇതെല്ലാം 4 പേജാക്കി. അതിനകത്ത് ചാർട്ട് എല്ലാം കൊടുത്തിട്ട് ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, തേർഡ് വേൾഡ് വാർ, ഫോർത്ത് വേൾഡ്, ഫിഫ്ത് വേൾഡ് വാർ. ഫിഫ്ത് വേൾഡ് വാറിൽ നിന്നാണ് 1000 ആണ്ട് വായിച്ച് ആരംഭിക്കുന്ന എന്റെ 56-60 വർഷത്തെ ബൈബിൾ സ്റ്റഡി കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. ഇതെല്ലാം ഞാൻ അന്ന് മുതൽ ഞാൻ വായിക്കാൻ തുടങ്ങി. കർത്താവിന്റെ വരവ് എന്റെ മെയിൻ സബ്ജക്റ്റ്. എന്റെ കൂട്ടത്തിൽ ഞാൻ പോകുന്നിടത്തെല്ലാം കർത്താവിന്റെ വരവ്, കർത്താവിന്റെ വരവ്. അപ്പൊ അങ്ങനെ എനിക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളൊന്നും ആരും മനസ്സിലായി. ഞാൻ മുട്ടുമേരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, എനിക്ക് മനസ്സിലാക്കണം. നിരീശ്വരവാദിയ രാഷ്ട്രീയക്കാരനെ പോട്ടെങ്കിൽ തിരിച്ചു തന്നെ 977 എന്റെ ബോഡി ഗാർഡ് കൊല്ലപ്പെട്ടു. മാന്നാനംകാവിലെ ചക്കങ്ക മാത്തുന്ന ഫേമസ് ആളാ. അത് PT ചാക്കോയുടെ ബോഡി ഗാർഡായിരുന്നു. അത് കഴിഞ്ഞ് PT ചാക്കോ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പൊടിവാർ ഔസേപ്പച്ചന്റെ ഔസേപ്പച്ചനുമായിട്ട് അല്പം അഭിപ്രായ വ്യത്യാസമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നത്. അപ്പൊ അദ്ദേഹം മരിക്കുന്നത് വരെ എന്റെ കൂട്ടത്തില് ആയിരുന്നു. ഞാൻ മരിക്കുന്നതിന് അതിന്റെ 2 ദിവസം മുമ്പാണ് അദ്ദേഹം പോയത്. 977 ഏപ്രിൽ മാസം 14 വിഷുവിന്റെ അന്ന് ഞാനന്ന് രാഷ്ട്രീയക്കാരനായിട്ട് നിൽക്കുക. അന്ന് ഞാൻ നമ്മുടെ മൈക്കിൾ ജോസഫ് എന്ന് പറയുന്ന മടരാട്ട് പാപ്പൻ എന്ന് പറഞ്ഞ പാലാക്കാരനായ അദ്ദേഹം കോട്ടയം DC ട്രഷററാ, രാഷ്ട്രീയത്തില. അപ്പൊ അദ്ദേഹത്തെ കാണൊരു കാര്യത്തിന് ഞാൻ വെളുപ്പിനെ പോവുക. ഞാൻ അന്ന് ബസ്സിൽ കയറി പോകുമ്പോഴത്തേക്ക് മാന്നാനംകാവിലയുടെ ഇപ്പുറത്ത് മെഡിക്കൽ കോളേജിന്റെ കുടമാളൂർ താമസിക്കുന്നത്. അവിടുന്ന് ബസ്സിൽ കയറി മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് എത്തിയപ്പോഴത്തേക്ക് പറഞ്ഞ് ആരെയോ തല്ലിക്കൊന്ന് മാന്നാനംകാവിലെ ഇട്ടിട്ടുണ്ടെന്ന്. കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു ചക്കങ്ക മാത്രമാണെന്ന്. അപ്പൊ ഞാനത് ബസ്സിൽ ഇരുന്ന് കണ്ടു. അങ്ങോട്ട് മാറി ഞാൻ അപ്പുറത്ത് മാറി ഇറങ്ങി. ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അന്ന് ഇതുപോലത്തെ ഫോണൊന്നും ഇല്ല. ഒരു ബൂത്തിൽ പോയി അന്ന് കോട്ടയം DC പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന PS ജോൺ സാറിനെയും സണ്ണി കുള്ളൂരിനെയും വിളിച്ചപ്പോഴത്ത് എന്നോട് പറഞ്ഞു അവിടെ ഇങ്ങനെ നിൽക്കരുത്, നേരെ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. അവിടെ ഇങ്ങനെ നിൽക്കരുത്, നേരെ കോട്ടയത്തേക്ക് വന്നു. അത് കഴിഞ്ഞ് ചക്കമാത്തിന്റെ സംസ്കാരത്തിലൊന്നും പങ്കെടുക്കാൻ ഞങ്ങൾ പോലീസ് പ്രൊട്ടക്ഷനിൽ ഞങ്ങൾ പോയത്. അപ്പൊ അങ്ങനെ രാഷ്ട്രീയം കളിച്ച് അത് കഴിഞ്ഞ് എന്നെ കൊല്ലാനായിരുന്നു. ഇദ്ദേഹം എന്നെ ഒരിക്കലും ഏറ്റുമാനൂർ കവല ഞാൻ രാഷ്ട്രീയ മീറ്റിംഗ് നടത്തുമ്പോഴത്തേക്ക് കൈപ്പാടിന് എന്നെ എതിരാളിക്ക് തട്ടി. അന്ന് പോരുന്നെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കത്തില്ല. അന്ന് ചത്തുപോയനെ, ഞാൻ മരിച്ചുപോയനെ. അദ്ദേഹം എന്നെ രക്ഷിച്ചത്. കൈപ്പാടിന് എന്നെ വിളിച്ച് അതും മോശം ആൾക്കാരില്ല. അത് ഏറ്റുമാനൂരിലെ ഏറ്റവും വലിയ ബാർ ഹോട്ടൽ നടത്തുന്ന അദ്ദേഹം രാഷ്ട്രീയക്കാർ. ഞാൻ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിന്റെ ആൾക്കാർ എന്നെ പിടിക്കാതെ. പക്ഷേ ഈ ചക്കുമാത്ര എന്നെ രക്ഷിച്ചത്. ചെക്കുമാറിന് വലിയ അഭ്യാസം അന്നത്തെ കാര്യത്തിൽ.
എന്നിട്ട് അദ്ദേഹം മരിച്ചു. അതിനു മുമ്പേ അദ്ദേഹത്തിന് ഞാൻ മാനസാന്തരപ്പെട്ട സുവിശേഷം പറയാനൊക്കെ അവസരമൊന്നും കിട്ടിയില്ല. അദ്ദേഹം എന്റെ അങ്ങനെ ഇരിക്കാൻ മരിച്ചു പോയല്ലോ. എനിക്ക് വലിയ സങ്കടമുണ്ട് ഇപ്പോഴും. അത് കഴിഞ്ഞ് ഞാൻ കൊടുവാറ ഓസോന് ക്ഷമ പറഞ്ഞ് ഒരുപാട് ഓച്ചനോട് സുവിശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഔസേപ്പച്ചനും മരിച്ച് ഔസേപ്പച്ചന്റെ ആൾക്കാർ എന്നെ വീടി കൊല്ലാനായിട്ട് വടിവാളം തോക്കും കടാരിയിട്ടും ദൈവം എന്നെ അത്ഭുതരും. കാരണം ഞാൻ ചെറുപ്രായത്തില് പറഞ്ഞ കർത്താവ് ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ, ഇതായിരുന്നു എന്റെ പറച്ചിൽ, ഇതായിരുന്നു ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ ഐ വിൽ ബി യുവർ മിനിസ്റ്റർ, ഞാൻ നിന്റെ വേലക്കാരനായിക്കോളും. കാരണം അതിനൊരു കഥയുണ്ട്. കാരണം എന്റെ വല്യപ്പൻ എന്നെ ഗ്രാൻഡ് ഫാദറിന്റെ അപ്പൻ കേരളത്തിൽ, അത് കുറവലങ്ങാട്ടുകാരായിരുന്നു അവര്. അവിടുന്ന് കോട്ടയത്ത് കൊണ്ട് സുവിശേഷം കേട്ട് അത് എറികാട് മച്ചുകാട് പള്ളികളൊക്കെ എന്റെ അപ്പച്ചനും സാഹിബും കൂടെ സ്ഥാപിച്ച് ബെഞ്ചമിൻ ബേലിയൊക്കെ ആയിട്ട് സ്ഥാപിച്ച സഭകളാണ്. ഇത് പറഞ്ഞു കേട്ടതാ, അല്ല എനിക്ക് അങ്ങോട്ടൊന്നുമില്ല. ആ മീറ്റിംഗ് അപ്പച്ചന്റെ പ്രസംഗം കേട്ട ഞാൻ 77 സാക്ഷ്യം പറയാൻ ചെല്ലുമ്പോഴത്തെ അവിടുത്തെ CSലേക്ക് ചെല്ലുമ്പോഴത്തെ അവിടുത്തെ അന്ന് 10, 80, 90 വയസ്സ് 70 വയസ്സുള്ള ആൾക്കാർ കൊണ്ട് വല്യപ്പനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അറിയാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ എന്റെ വല്യപ്പന്റെ കാര്യം എനിക്കും വലിയ ആളാകുമ്പോഴത്തേക്ക്, പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ കർത്താവ് അതിനനുസരിച്ച് ഞാൻ പറഞ്ഞത് ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ ഐ വിൽ ബി യുവർ മിനിസ്റ്റർ, ഞാൻ നിന്റെ വേലക്കാരനകത്തെ ഗ്രാജുവേഷൻ. ഞാൻ ഗ്രാജുവേഷൻ കറിഞ്ഞു. ഗ്രാജുവേഷന് അടിയും പിടിയും രാഷ്ട്രീയക്കാരനായിട്ട് കേരളക്കാർ മുഴുവൻ ഓടി നടന്ന് KC ഉണ്ടാക്കാൻ ഞാനും കാർത്തികനും കൂടി പലയിടത്ത് നടന്നത്. തിരുവനന്തപുരത്ത് മിക്കവാറും ഞങ്ങൾ പകലൊക്കെ കഴിയുന്നത്. ആയുർവേദ കോളേജിൽ എവിടെയാണ് കാർത്തികൻ താമസിക്കുന്നത്. അതെ, അവിടെ മിക്കവാറും സെക്രട്ടേറിയറ്റിലേക്ക് കൂടെ സെക്രട്ടേറിയറ്റൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെ ചെന്നാൽ വണ്ടി ഫ്രീയാ. ഞങ്ങളുടെ വണ്ടി നമ്പർ കാണുമ്പോഴേ ഗേറ്റെല്ലാം തുറന്നിടും. പക്ഷേ സ്വസ്ഥതയില്ല, സമാധാനമില്ല. കാരണം അതെല്ലാം ഫ്രീയാ. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് എല്ലാം ഫ്രീയാ. അതെ, സ്ത്രീ വിഷയം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഞങ്ങൾക്ക് അവിടെ, ഞങ്ങളായിരുന്നു അന്നത്തെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ആരും ഇന്ന് ഇടപെടാൻ പോറില്ല. അങ്ങനെ പോകത്തില്ല. അതിനെ കുറിച്ച് ചിന്തയില്ല. കാരണം ഫുൾ ടൈം പൊളിറ്റിക്സ് ആണ്, ഭയങ്കര രാഷ്ട്രീയമാണ്. അന്നത്തെ രാഷ്ട്രീയക്കാർക്ക് മാന്യമായിട്ട് എനിക്ക് പറയാം, അന്നൊന്നും ഈ ഇന്നത്തെ കാണുന്ന പോലെ സ്ത്രീ വിഷയങ്ങളിലൊന്നും ഒന്നും ആരും ഇടപെടാം. സ്ത്രീകളൊക്കെ അധികം പൊളിറ്റീഷ്യൻസും ഇല്ല, കുറച്ചുപേരേ ഉള്ളൂ. ഇവരൊക്കെ എല്ലാവരും മാന്യന്മാരാണ്. പക്ഷെ ഇന്നത്തെ പറഞ്ഞാൽ എന്തുകൊണ്ട് ഇമ്മോറൽ സൈഡ് വളരെ വല്ലാതെ ഇതൊക്കെ ഞാൻ പേടിക്കുക. പക്ഷേ അവിടുന്ന് ദൈവം എന്നെ ബോഡി ഗാർഡ് വിട്ട്, ബോഡി ഗാർഡിനെ കൊന്ന് വെടിവാൾ കൊടുത്തപ്പോഴത്തേക്ക് അത് കെ കരുണാകരൻ 111 സീറ്റുമായിട്ട് അത് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോഴത്തേക്ക് 77 ഇലക്ഷൻ വന്ന് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി. പക്ഷെ രാജ്യം കേസിൽ പെട്ട് പുള്ളിയെ പുറത്താക്കിയപ്പോഴത്തേക്ക് അത് ആന്റണി മുഖ്യമന്ത്രിയായി വന്ന്. അത് KM മാണി സാറ് ആഭ്യന്തരമന്ത്രിയായി. അപ്പൊ പൊടിവാറ ഓസപ്പച്ചനുമായിട്ട് വലിയ കമ്പനിയാണ്. അങ്ങനെ ഞങ്ങള് അവിടുന്ന് വിട്ട്, ഞാനവിടുന്ന് വിട്ടപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞു, അന്നത്തെ SP കോട്ടയത്തെ SP ആയിരുന്ന RPC നായര, പിന്നെ DGP ആയ അദ്ദേഹമൊക്കെ എന്നെ വിളിച്ചതും പറഞ്ഞു, ഇവിടെ നിൽക്കരുത്, ഞങ്ങൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, ഭരണം പോയി. കാരണം കോൺഗ്രസ് ഭരിക്കുന്നത്, ആന്റണിയാ ഭരിക്കുന്നത്, ഉമ്മൻചാണ്ടി ഗ്രൂപ്പാണ്, അതൊന്നും ഒന്നും ചെയ്യാനൊക്കെ തോന്നുന്നു, അല്പം മാറി നിന്നാ കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഞാൻ നേരെ ഇവിടെ നിൽക്കവിളിയില്ലല്ലോ. വീട്ടുകാരും എന്റെ അമ്മയുടെ കരച്ചിലും ഭയങ്കര ധനവിളിയും. കാരണം ഞാൻ പെന്തിക്കോസുകാരനായിരുന്നപ്പോഴത്തേക്ക് എന്നെ മുടക്കിയതിന്റെ ബുദ്ധിമുട്ട് അവർ പിന്നെ അനുസരിച്ച് അവർ എന്നെ പാട്ടും വീട്ടിൽ പ്രാർത്ഥനയൊക്കെ അവർ പലരും ഉപദേശമാരെയൊക്കെ വിളിച്ച് ചെയ്യിക്കുമെങ്കിലും എന്നെ കിട്ടുകയില്ല. അങ്ങനെ ഞാൻ അവിടെ 1977 ഏപ്രിൽ മാസം, അത് എന്റെ രണ്ടാം വിഷുവിന്റെ അന്ന് എന്റെ ബോഡി ഗാർഡ് കൊന്നതിന്റെ ഒരു മാസം തികഞ്ഞില്ല, ഞാൻ ഈ കേരളം വിട്ടു പോകേണ്ടി വന്നു. കേരളം വിട്ട് എന്റെ ഒപ്പാപ്പൻ, എന്റെ അപ്പന്റെ അനിയൻ വെല്ലൂർ മെഡിക്കൽ കോളേജിലെ അവിടുത്തെ EMD ഡിപ്പാർട്ട്മെന്റിലാണ്. ആന്റി അവിടുത്തെ CMCയില് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുക. അവര് ഒരു നായർ ലേഡിയാ. എന്റെ ഒപ്പാപ്പൻ കല്യാണം കഴിച്ചു സ്കാൻ ചെയ്ത CSIക്കാരാ. അപ്പൊ ഞാൻ അവിടുന്ന് ഇവിടെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അപ്പൊ നിരീശ്വരവാദി, യുക്തിവാദി, രാഷ്ട്രീയക്കാരനും ഒക്കെ ആയിട്ടാ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് വലിയ ടെറസ് ബിൽഡിങ്ങാ, ഭയങ്കര പകൽ ചൂടാണല്ലോ. അന്ന് ഇന്നത്തെ പോലെ AC പരിപാടികളൊന്നുമില്ല. ഏറ്റവും രാത്രി ആകുമ്പോൾ കിടക്കുന്നത്, രാത്രി 10-10:30 ആകുമ്പോൾ കിടക്കുന്ന മോളി ടെറസില് ബെഡെല്ലാം അങ്ങോട്ടിട്ട് അവിടെയാണ് കിടക്കുന്നത്. അങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് പല കാര്യം ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കാണ് ഓരോ കാര്യം വീട്ടിൽ ചെല്ലാൻ പറ്റുകയില്ല, നാട്ടിൽ ചെല്ലാൻ പറ്റുകയില്ല. കാരണം ഭരണം ഉണ്ടോ ഇല്ല. അന്ന് രാജാവായി നടന്നിടത്ത് അവിടെ ചെന്ന് വെച്ച് ഒളിച്ചും വളർന്ന് ഇരിക്കാൻ പറ്റുമോ, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരിക്കല് എന്റെ ദൈവത്തെ കുറിച്ച് ചിന്തിക്കാൻ. അപ്പോഴത്തേക്കാണ് ഒരു പാസ്റ്ററുടെ പ്രസംഗം കേട്ട്. ഞാൻ പള്ളിയിൽ പോകും അവരുടെ കൂടെ, അവർക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ അപ്പോഴത്തേക്ക് അവിടെ ഒരു പാസ്റ്റർ പ്രസംഗം ചെയ്യും. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. യു ആർ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്, യു ആർ നോട്ട് ലുക്കിംഗ് ദ ഫേസ് ഓഫ് ഗോഡ്.
You are looking the position, power, politics, so and so. So you are discriminated. You are depressed. അപ്പൊ പലപ്പോഴും ജീവിച്ചില്ല, മരിച്ചാൽ കൊള്ളാമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തിനാ ജീവിക്കുന്നത്? കാരണം വീട്ടുകാർക്ക് ഭാരം, നാട്ടുകാർക്ക് ഭാരം, കൂട്ടുകാരും അന്ന് പൊക്കി നടന്നവർ ആരും ഇല്ല. അപ്പൊ എങ്ങനെപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ അപ്പോഴപ്പോഴത്തേക്ക് അവിടെ പാട്ടും പ്രാർത്ഥനയായിട്ട് ബൈബിളൊക്കെ പതുക്കെ വന്ന് വായിക്കാൻ ഒരു കാര്യം ചെയ്യും, ബൈബിള് വായിക്കാൻ തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്ന, ചെറുപ്പം മുതലേ സ്കൂളിൽ പഠിച്ചത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിപ്പിച്ച 10ാം ക്ലാസ്സുകാർക്ക് ഞങ്ങളെ കുമ്മനശേഖരൻ നമ്മളെക്കാൾ നന്നായിട്ട് ബൈബിൾ അറിയാവുന്ന ആളാ. കാരണം ഹി നോസ് ദ ബൈബിൾ. പുള്ളി കുമ്മനംകാരനാണ്. CMS കോളേജുമായിട്ട് CMS കോളേജ് ഹൈസ്കൂളുമായിട്ട് 3 കിലോമീറ്റർ ഉള്ളു. ഇവരെല്ലാം ബേസിക്കലി ഈ CSIയുടെ അല്ലെങ്കിൽ CMS മിഷണറിമാരുടെ പ്രോഡക്ട്സാ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് ഓരോ ചിന്തിച്ചു, ഒത്തിരി ചോദ്യങ്ങളുണ്ട്, പലരോടും ചോദിച്ച് കിട്ടുന്നില്ല. പക്ഷെ അവിടെ നിൽക്കാൻ മേലാത്ത രീതിയായി. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിൽക്കാൻ മേലാത്ത രീതി. കാരണം അവിടെ ഫ്രീ ഫുഡ് കഴിക്കല്ലേ, ആന്റിയുടെ വീട്ടുകാരെല്ലാം ഉണ്ട്. ഞാനിവിടുന്ന് പോന്നു. അവിടുന്ന് പോന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണ്ടേ, പുറത്തിറങ്ങാൻ പറ്റുമോ? ഒന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു ദിവസം എന്റെ അപ്പനാണ് റിട്ടയർ ആർമി ഓഫീസർ ആയിരുന്നു. കിട്ടുന്ന ഇന്നത്തെ പോലെ പെൻഷൻ ഒന്നും കിട്ടത്തില്ല. അന്ന് വളരെ ലോ പെൻഷനാണ്. അതുകൊണ്ട് ഞാൻ കുടുംബം വഴിയും കഴിയാന്ന് പറഞ്ഞ വലിയ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോഴത്തേക്ക് വേറെ വരുമ്പോഴത്തേക്ക് ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോഴത്തേക്ക് എന്റെ അപ്പനോട് പറയുക, ഞാനുണ്ട്, നിനക്ക് പെൻഷൻ കിട്ടും, ഇഷ്ടംപോലെ വെട്ടിയിടിക്കാം. ഞാൻ പോയാലും നിന്റെ അമ്മയ്ക്ക് പെൻഷൻ കിട്ടും, കുഴപ്പമില്ല, ജീവിക്കാം. പക്ഷെ നീ എങ്ങനെ ജീവിക്കും? അപ്പൻ ഞാൻ ഒരു കാര്യം ചെയ്യും, ആ ചോറും പാത്രം അവിടെ വെച്ചു. ഈ ഭക്ഷണം കഴിക്കാൻ പോകണോ അപ്പൻ ഇത് പറയുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പോകാന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന്. എങ്ങോട്ടാ പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ആക്ച്വലി ആയിട്ടോ 77 കാര്യം പറഞ്ഞു. 77 ഏപ്രിലോ മെയിലോ കണ്ടാ, ഡേറ്റ് ഓർക്കുന്നില്ല. അവിടുന്ന് വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങി കോട്ടത്ത് വന്ന് ആപ്പാടെ ഒരു കൂട്ടുകാരൻ്റെ അടുക്കെ ചെന്ന് വെച്ചും ഒരാളുടെ അന്ന് ഒരു 50 രൂപയോ 100 രൂപയോ മേടിച്ചു. അതും കൊണ്ട് കോട്ടയത്ത് വന്ന് ബസ്സിൽ കയറി നേരെ തെക്കോട്ടുള്ള വണ്ടിയല്ലേ. എൻ്റെ അപ്പന്റെ പെങ്ങൾ അന്ന് തിരുവനന്തപുരത്തുണ്ട്, അവർ സ്കൂളിലേക്ക് പഠിപ്പിക്കും, അവർ സഭയുടെ വലിയ ആൾക്കാരാണ്. അവിടെ ചെന്ന് ഞാൻ നേരെ കൊല്ലത്ത് വന്നു കൊട്ടാരക്കരയ്ക്ക് വന്നു. കൊട്ടാരക്കരയ്ക്ക് വന്ന് അന്ന് ആ തിരുവനന്തപുരത്ത് പോകുമ്പോഴത്തേക്ക് അവര് താമസിക്കുന്നത് കഴക്കൂട്ടപ്പുറത്താണ്. ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി സെന്ററിന് എവിടെയാണ്. അവിടെ ഞാൻ വെളുപ്പേ എങ്ങനെയോ അവിടെ എനിക്കറിയാം, ഐ ഡോണ്ട് നോ ഹൗ ഐ റീച്ച് ദർ. ഇപ്പോഴും എനിക്ക് അമേസിങ്. ഞാൻ അലഞ്ഞു പോകാൻ, കേരളം വിട്ട് പോകാനൊക്കെ നോക്കിയത്. പക്ഷെ അവിടെ നലഞ്ഞിരിഞ്ഞ് ആ ട്രിവാൻഡ്രം ബസ്സിൽ കയറി അവിടെ ബസ്സിൽ ഇറങ്ങി വീട്ടിൽ ഞാൻ വരാൻ തീയതി 6 മണി 6:30 ആയപ്പോഴത്തേക്ക് ഞങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നുപ്പാപ്പൻ ബൈക്ക് എടുത്ത് എങ്ങോട്ട് മീറ്റിങ്ങിന് പോകാൻ നോക്കുക. എൻ്റെ അപ്പന്റെ പെങ്ങളുടെ ഭർത്താവ് അവിടെ ചെന്ന് കയറി. ഞാൻ പറഞ്ഞു ഒന്നേലെന്ന് പറഞ്ഞിരുന്നു. അവിടെ ചെന്ന് അവരുടെ വീട്ടിലാണ് രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയും ബൈബിൾ ക്ലാസ്സും ബൈബിൾ സ്റ്റഡിയും എല്ലാം അങ്ങനെയാണ്. ഞാൻ തന്നെ എതിർക്കുകയും വടക്കം ഉണ്ടാക്കുകയും ചോദിച്ചപ്പോഴത്തേക്ക് ഒരു ദിവസം എൻ്റെ ഉപ്പാപ്പൻ തന്നെ എന്നോട് പറഞ്ഞു, പുള്ളി പറഞ്ഞു, നീ ദൈവത്തെ ചോദ്യം ചെയ്യുന്നുള്ളൂ, നീ എങ്ങനെ ഗുണം പിടിക്കാനായിട്ട്? ഒരു നാൾ ഈ രീതി പോയി ഗുണം പിടിക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തവന്റെ ദൈവം ഞാനാ. I am his God. Get me my answer. ദൈവം ആരാ? ദൈവം ഇങ്ങനെ ദൈവമാണെന്നേ. ദൈവം ഉണ്ടോ? ദൈവം എവിടെയാ? സ്വർഗം ഉണ്ടോ? നരകം ഉണ്ടോ? ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞു ഇല്ല. പക്ഷെ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവര് മാത്രമല്ല, MT ജോസഫ്, പല ആൾക്കാര്, ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം. കാരണം എന്നെ സ്നേഹിക്കുന്നവര്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പിന്മാറി പോയപ്പോഴും കോട്ടത്തൊക്കെ വളരെ രാഷ്ട്രീയ നടത്തുമ്പോഴത്തേക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഉപദേശ പാസ്റ്റർമാര്, NTO സാർ, പ്രത്യേക TP വർഗീസ് സാറ്, ഇവരൊക്കെ എന്നോടൊന്നും മിണ്ടത്തില്ല, പക്ഷെ അവർ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞങ്ങള് അവിടെ വെച്ച് ഒരു 3 മാസത്തോളം 4 മാസം താമസിച്ചുള്ളൂ. അങ്ങോട്ടേക്ക് അവര് പ്രാർത്ഥനയും ഞാൻ അവരെല്ലാം പോകുമ്പോഴത്തേക്ക് ഇവരെല്ലാം വലിക്ക് ജോലിക്ക് പോകും, പിള്ളേര് പഠിക്കാൻ പോകും, വീട്ടിൽ ജോലി. ഞാൻ മാത്രമേ ഉള്ളൂ ഈ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. വായിച്ചു വന്നപ്പോഴത്തേക്ക് അത് ഈ പ്രസംഗം എന്റെ ഓർമ്മ വന്നു. അവങ്കിലേക്ക് നോക്കിയ പ്രകാശരായി അടുമുഖിലേക്ക് ടോക്കിംഗ് ടു മൈ ഹാർട്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം, ദൈവത്തിനെ ആശ്രയിക്കാം. ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു നോക്കുന്നു, കിടന്നു നോക്കുന്നു, ഇരുന്ന് നോക്കുന്നു, എനിക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല, സമാധാനമില്ല. അപ്പൊ അവിടെ എന്താ പറയാ, ഈ പുറത്ത് ഇട്ടുപൊക്കം, ഇവിടെ നിൽക്കണ്ട, ഇട്ടുപൊക്കോ, ഇതൊക്കെ. ഏതായാലും ഒരു രാത്രി ഞാൻ പോകാൻ അങ്ങ് തീരുമാനം എടുത്തു.
എന്റെ അങ്കിളിന്റെ, എന്റെ അപ്പാപ്പന്റെ ബുള്ളറ്റ്, എനിക്ക് ബുള്ളറ്റ് ഓടിക്കാൻ ബുള്ളറ്റും എടുത്ത് ഓടിച്ചു പോയി എവിടെയെങ്കിലും ആക്സിഡന്റൽ ഉണ്ടാക്കുക, ഇൻസിഡന്റൽ ആക്സിഡന്റ് ആയിട്ട് ഡെത്ത് ആകുക. അന്ന് പോകാനുണ്ട് ഞാൻ തീരുമാനം എടുത്ത് ഗേറ്റ് എല്ലാം തുറന്നു വെച്ച് റെഡിയാക്കി വെച്ച്. അപ്പോഴും ദൈവത്തെ പേടിയുണ്ട് കൊണ്ടൊരു ഈ സത്യത്തെ ദൈവം ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് എന്നെ രക്ഷിക്കുമോ? ഞാൻ ഇപ്പൊ എനിക്ക് സ്വന്തമില്ല, ബന്ധമില്ല, വീട്ടുകാരില്ല, പാട്ടുകാരില്ല, ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുള്ള കർത്താവേ. ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും ഉണ്ട്, ഇവിടെയുള്ള നേതാക്കന്മാർ മുഴുവൻ എന്റെ കൂട്ടുകാരാണ്, എന്റെ സ്നേഹിതരാണ്, എനിക്ക് വേണ്ടി വന്ന് ഇടാപെടാന്ന് വിളിക്കുന്ന ബാക്കിയുള്ളവരാണ് നേതാക്കന്മാരെല്ലാം. പ്രൈസ് ദി ലോർഡ്. അപ്പോഴത്തേക്ക് പക്ഷെ ഇവരല്ലേ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്റെ ഈ ഉപ്പാപ്പനും എന്റെ ആന്റിയും പിള്ളേരും എല്ലാം അവരെല്ലാം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നില്ല, അവര് ഇവിടെ മുമ്പിലൊന്നും ഞാൻ നിരീശ്വരവാദി പോലെ, യുക്തിവാദി പോലെ ചോദ്യവും പറഞ്ഞിരും. ഇവര് പോകുമ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് വായിക്കും പല മൂല്യങ്ങളിലും. അങ്ങനെ ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇരിക്കാൻ മേലെ, നിൽക്കാൻ മേലെ, കിടക്കാൻ മേലെ, ഉറങ്ങാൻ മേലെ, രാത്രി കിടന്നുണ്ടെങ്കിൽ കർത്താവേ ഞാൻ നീ അവരുടെ സത്യമാണെങ്കിൽ ഞാൻ രാത്രി കിടന്നപ്പോഴത്തേക്ക് ഞാൻ സ്വപ്നം കാണുക. ഞാൻ സ്വപ്നം ഒരു കുറുക്കൻ എന്റെ പുറകെ ഇങ്ങനെ വരിക, ഞാൻ പോകുന്ന വഴി ഡിവൈറ്റ് ചെയ്ത് പോവുക, മാറിപ്പോവുക, വെളിപ്പാട് കാണുക. ഇപ്പോഴാ പിന്നീട് എനിക്ക് മനസ്സിൽ വെളിപ്പാടാണെന്ന്. ആ കുറുക്കനോട് നീ എന്നെ വിട്ട് പോവുകയല്ലേ, ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഞാൻ അറിയാ സ്വോത്രം പറഞ്ഞ് എഴുന്നേറ്റ് ആൾക്കാരിൽ ഓടി, അവര് മക്കള്, അവർ അപ്പാപ്പനും എല്ലാവരും എഴുതിയിരുന്നു. പ്രാർത്ഥിക്കാന്ന് പ്രാർത്ഥിച്ച് അവരുടെ തലക്ക് വീഴ്ച പ്രാർത്ഥിച്ച് ഞാനും കിടന്നുറങ്ങിപ്പോയി. പിന്നെ ദിവസവും ആണെങ്കിലും അതിന്റെ പിറ്റേന്റെ ദിവസം എനിക്ക് ഉറങ്ങാനും കിടക്കാനും ഇരിക്കാനും മേലാത്ത രീതിയിലുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ഞാൻ നേരം വെളുത്ത് കിട്ടിയാൽ മതി, കർത്താവേ ഇവരുടെ മുമ്പിൽ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ താഴാം എന്ന് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് പ്രാർത്ഥന പറയാനിരിക്കുക. രാവിലെ 6 മണിക്ക് കുടുംബ പ്രാർത്ഥനയുണ്ട്. കുടുംബ പ്രാർത്ഥന പറഞ്ഞാൽ അവധി ദിവസമാണെങ്കിൽ ആ ബൈബിൾ ക്ലാസ്സുമായിട്ട് 1.5 മണിക്കൂർ എടുക്കും. പുള്ളിക്കാരൻ ഞങ്ങൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. അന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നിറങ്ങിയപ്പോഴത്തേക്ക് അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കും, പിള്ളേരെല്ലാവരും പ്രാർത്ഥിക്കും, കുറച്ച് എന്നിട്ട് ബൈബിൾ വായിച്ച് അന്നും അവരും പ്രാർത്ഥിക്കും. അവിടുന്ന് കിട്ടുന്ന ഉൽപ്പത്തി ഒരു കണ്ടിന്യൂസ് സ്റ്റഡിയാ, രാവിലെ വൈകിട്ട് മത്തായി പുതിയ നിയമം, രാവിലെ പുതിയ നിയമം, അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുന്നു. അതിൽ നിന്നൊരു എക്സ്പ്ലനേഷൻ ഒക്കെ കിട്ടും. അങ്ങനെ വായിച്ച് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് എല്ലാവരും, ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ ഇങ്ങനെ മിണ്ടായിരിക്കുക. അവരെല്ലാവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന അങ്കിൾ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ലെറ്റ് മീ സേ വേറ്റ്, ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ ഉപ്പാപ്പ എന്ന് പറഞ്ഞു. യെസ്, ആക്ച്വലി ഇറ്റ് വാസ് എ പ്രയർ. കണ്ണു കൂടെ ഞാൻ കരഞ്ഞ് നിലവിളിച്ചോണ്ട്, കർത്താവേ ഞാൻ നിന്നെ വിട്ടുപോയി, എന്നോട് ക്ഷമിക്കണം എന്നെ ക്ഷമിക്കണം കർത്താവേ, അറിയാതെയോ ഞാൻ ദൈവത്തിന് മുമ്പിൽ അങ്ങ് നിലവിളിച്ചു. പക്ഷേ നിലവിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മുഖത്തുണ്ടായ വ്യത്യാസം, എന്റെ ഹൃദയത്തിലുണ്ടായ സന്തോഷം, ഐ കനോട്ട് റിമെമ്പർ ഇറ്റ് ഈവൻ. ഇന്നലത്തെ പോലെ ഞാൻ ഇന്നും ഓർക്കുക, ഇന്നത്തെ പോലെ ഓർക്കുക. ഇറ്റ് വാസ് അമേസിംഗ് ഗ്ലാഡ്നസ്, അമേസിംഗ് പ്ലഷർ, അമേസിംഗ് എന്തൂസിയാസം. എന്ന് പറഞ്ഞു, വേറെ കുമാരരാജൻ പണ്ട് പാടിയില്ല, മേഖലക്കാരത്തെ കണ്ട് പറഞ്ഞു, മറ്റൊരു ജന്മം കഴിഞ്ഞ പോലെ. ആ ഒരു അനുഭവം എനിക്കുണ്ടായി. സത്യം പറഞ്ഞാൽ എനിക്കറിയാമില്ല, തുള്ളിച്ചാടണോ എന്താ കർത്താവേ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇരുന്നു അവിടെ വീട്ടും പ്രാർത്ഥന കൂട്ടായ്മ. അവിടെ അന്ന് മുതൽ വൈകുന്നേരം അവിടെ ഗ്രൗണ്ട് ഉണ്ട്, പാങ്ങോട് മിലിറ്ററിക്കാരുടെ. ആ ഗ്രൗണ്ടിൽ പോയിരിക്കുമ്പോൾ അവിടെ വരുന്നുണ്ട്. അന്ന് കൂട്ടുകാരൊക്കെ ഉണ്ട്, അവിടെ ഒക്കെ ഹിന്ദുക്കളാണ്. അവരോടൊക്കെ എന്റെ യേശുവിനെ കുറിച്ച് പറയാൻ അന്ന് തുടങ്ങിയതാ. അതെ, പിറ്റേ തോന്നുമ്പോൾ അന്ന് വൈകുന്നേരത്തേക്ക് ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവം ഞാൻ പറയാൻ തുടങ്ങി. ഉറങ്ങാൻ പറ്റും, യേശു എന്റെ ഹൃദയത്തിൽ വന്നു, നീ സമാധാനമായി സ്വോത്രം. അവിടെ ഒരാഴ്ച 2 ആഴ്ച 2-3 ദിവസമുള്ളൂ. അവിടെ കൂടെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ച് എനിക്ക് കോട്ടത്ത് പോകണം, അവിടെയല്ലേ എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ കൊണ്ട് അവരെ കാണണം, അങ്ങോട്ടൊന്ന് പോകുന്നത്. തിരിച്ച് കോട്ടത്ത് വന്ന് MT ജോസഫിനെ കണ്ടു, അവിടെ പ്രാർത്ഥനയ്ക്ക് പോയി. അവിടുത്തെ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക്, അടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഞാൻ നമുക്ക് കോട്ടേജ് പാടുണ്ട്, ഒരു അടുത്ത് പോകണമെന്ന് പറഞ്ഞ് MT ജോസഫ് സാറുമായിട്ട് ഞങ്ങൾ ചെല്ലുന്ന കോട്ട. എന്റെ കൂടെ കോളേജിൽ പിടിച്ച് ഞങ്ങള് ഈ ഓമനക്കുട്ടന്റെ കൂട്ടത്തിൽ ഞങ്ങളെ വെട്ടാനും അടിക്കാനും വന്ന ബഥേലിലെ ജോയ് ബ്രദർ, ഇലക്ട്രിക്കൽസ് കോട്ടത്ത്. ഹല്ലേലൂയ. ഞങ്ങൾ ഞെട്ടിപ്പോയി. അടുത്ത അനിയൻ രാജു, അയ്യോ, ഞാൻ പിന്നെ അവിടെ നിന്ന് കരഞ്ഞ് നിലവിളിച്ച് ഒരു ക്ഷമയൊക്കെ പറഞ്ഞു ഒത്തിരി. രാജുനോടും രാജുനോടല്ല ജോയ് ബ്രദറിനോട് ഐ എം സോറി കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. അന്നും പുള്ളി ബന്ധുക്കോസുകാരൻ ഞാൻ അറിയുന്നില്ല, ഞാനും ദൈവത്തിലാണെന്ന് പുള്ളി അറിയുന്നില്ല. ഞങ്ങൾ കോളേജിൽ ആശ്രയിച്ച് കിടന്ന് കളിക്കുക.
അത് കഴിഞ്ഞ് പുള്ളി ദൈവം ടച്ച് ചെയ്ത് ഞാൻ ബുള്ളറ്റ്, അന്ന് ബുള്ളറ്റ് ഉണ്ട് പുള്ളിക്ക്, ഞങ്ങൾ വരും അന്ന് ബുള്ളറ്റ് അല്ലേ പുള്ളി വരുന്നത്. ആ ബുള്ളറ്റ് ഒന്ന് ആക്സിഡന്റ് ഉണ്ടായി, പുള്ളി കാല് ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ദൈവം, ഞാൻ പറഞ്ഞേ കണ്ടോ, ബഥേലിലെ ജോയി ബ്രദറിന്റെ കാലിനൊക്കെ ദൈവം അങ്ങനെ പിടിച്ചെങ്കിൽ എന്നെ ഇങ്ങനെയെങ്കിലും പിടിച്ചു, പക്ഷെ ഞാൻ ചത്തുപോയനും കൊല്ലപ്പെട്ടു പോയനെ, പക്ഷെ ദൈവം എന്നെ കണ്ടു കാണിച്ചു. നമ്മൾ ഇന്നും പറയും. ഇന്നും ഞാൻ ആ കോട്ടയം ടാബർനാക്കിൾ സഭ, അത് ഞങ്ങളുടെ കൂടി ആരംഭിച്ച സഭയാണ്. ഇന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ജോയി ബ്രദർ നമ്മുടെ പഴയ ജോസ് പീറ്റർ ടെററായിരുന്നു. ഞാൻ പറഞ്ഞ അറിവില്ലായ്മയുടെ അന്നേരം ക്ഷമ പറയും. എല്ലാം അന്നത്തെ അറിവില്ലായ്മയുടെ കാലത്ത് സംഭവിച്ചു പോയി, ജോയി ബ്രദറെ ക്ഷമിക്കണമെന്ന് ഇപ്പോഴും പറയും. അന്നല്ല ഇന്നും ഞാൻ പറയും. കാരണം അന്നേ കുറിച്ചുള്ളതായ എനിക്ക് ലജ്ജ തോന്നുന്നു. അല്ലേ പോലീസ് പറഞ്ഞ് ഞാൻ ബുദ്ധിമാൻ എന്ന് തോന്നരുത്. ഞാൻ നമ്മൾ പറഞ്ഞ പഴയ കാര്യങ്ങൾ സാക്ഷ്യം പറയാന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ വിവരക്കേടുകളാണ്. ഇതൊന്നും ആരോടും പറയാൻ കൊള്ളുകയില്ല. കാരണം നമ്മുടെ അറിവില്ലായ്മകൾ സംഭവിച്ചതാ. അത് ദൈവത്തെ അന്വേഷിക്കുന്നത് ബുദ്ധിമാനുണ്ടോ എന്നാ. അപ്പൊ ബുദ്ധിമാനും ദൈവത്തോട് നിൽക്കും. മണ്ടന്മാർ, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം ശ്രദ്ധിക്കാത്ത മന്ദബുദ്ധികളെ. എന്നാല് ക്ലെയോപ്പാവ് എന്നാണ് ദൈവത്തിന്റെ കൂടെ നടന്ന് 3.5 വർഷം നടന്ന് ക്ലെയോപ്പാവിനെ വിളിച്ച് വിളിയാ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മൾ അർത്ഥവത്താൽ അക്ഷരപ്രകാരം വിശ്വസിച്ചില്ലേൽ അവരെ വിളിക്കുന്ന പേര് ബുദ്ധിഹീനര് എന്നാ, മന്ദബുദ്ധി എന്നാ. അന്ന് തന്നെ കർത്താവിനെ ക്ലെയോപ്പാവിന്റെ സംസാരിച്ചു യേശു സ്വർഗത്തിലേക്ക് പോവുക ഉയർത്തേറ്റ്. ശിഷ്യന്മാർ പറഞ്ഞ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ട നമ്മുടെ ബുദ്ധിയെ തുറന്നുന്നാ. അപ്പൊ ഞാൻ ബുദ്ധിമാനല്ല, മണ്ടനായിട്ട് ഒരു കഴുതയായിട്ട്. അതല്ലേ പറഞ്ഞ ക്ലെയോപ്പാന്ന് പറഞ്ഞ അയ്യോ ബുദ്ധിയിലെ പ്രവാചകന്മാർ പറഞ്ഞ എല്ലാം ചെന്ന് മന്ദബുദ്ധികളെ. ദാവീദ് പറഞ്ഞിങ്ങനെയല്ല, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കഴുതയെയും കോവർ കഴുതയും പോലെ ആകരുന്ന. അപ്പൊ ദൈവത്തിന്റെ അടുക്കൽ ബുദ്ധി, പ്രോപ്പർ ദൈവത്തിന്റെ ബുദ്ധി അപ്രമേയപത്രം എസെക്കിയേൽ പറഞ്ഞേക്കുന്നത്. അപ്രമേയ ബുദ്ധിയുള്ള ദൈവത്തിന് അല്പം മാത്രം താഴ്ത്തി. ഞാൻ ഉദാഹരണം പറയും, ഒരു ഗ്ലാസിനകത്ത് വെള്ളം വെച്ച് വെച്ച് ഈ വെള്ളം ഇട്ടും ഒരു ഡ്രോപ്പ് വെള്ളം വീഴും. അത്രയേ ഉള്ളൂ ഈ പ്രപഞ്ചം. കാരണം ഞാൻ എന്റെ ചോദ്യത്തിന് ഉത്തരം ദൈവം എനിക്ക് തന്നോണ്ടിരിക്കുക. എനിക്ക് സോ മെനി ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ദൈവം ഉണ്ടോ? ദൈവം, ഇഫ് ഗോഡ് ഈസ് ഗോഡ്, ഗോഡ് കാനോട്ട് ഡൈ. ദൈവത്തിന് മരിക്കാൻ ഒക്കത്തില്ല. അപ്പൊ ദൈവം ബൈബിളിൽ പഠിപ്പിച്ചതാ, നോട്ട് ഫ്രം എനിബഡി എൽസ്. യേശുക്രിസ്തു ദൈവമാ. കാരണം യേശുക്രിസ്തു നമ്മളെ മരിക്കുന്നതല്ല മരിച്ചത്. ഞാൻ ദൈവനോട് സംസാരിച്ച എനിക്ക് ബോധ്യപ്പെടുന്നു. ഞാൻ പിന്നെ ആരോട് ചോദിക്കാൻ പോയില്ല. ഞാനിത് കരയിരുന്നോണ്ട് എന്റെ കർത്താവേ, ഐ വോണ്ട് ടു നോ എന്ന് പറഞ്ഞ പ്രശ്നമില്ലെന്നല്ല, ഇതിന്റെ ഇടയ്ക്കല്ലെന്ന്. ആഹാരം ഇല്ല, വസ്ത്രം ഇല്ല, അതൊക്കെ പലപ്പോഴും. പക്ഷെ പട്ടിണി കിടന്നില്ല, ദൈവം നടത്തി. അത് എന്റെ സ്ട്രക്ചർ അങ്ങനെ കൊണ്ടേ ആയിരിക്കും. അനേകം പട്ടിണിയും ബുദ്ധിമുട്ടും കൊണ്ട് എനിക്ക് ഇതുവരെ പട്ടിണി കിടക്കേണ്ടി വന്നുള്ളൂ. കാരണം അങ്ങനെ പ്രയാസങ്ങൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ എന്നെ നേരെ പോലെ ഒരാൾ നിന്നിട്ടില്ല. എന്റെ കാര്യം ആകെ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഒരാളോട് അടിച്ചിട്ടുള്ളൂ. അത് ഓമനക്കുട്ടാണ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓമനക്കുട്ടാൻ CMS കോളേജ്, അത് കോളേജ് ആ വർഷം 76 കാര്യം പറഞ്ഞാണ്. അവ തീരുന്നിടത്തോ എന്നെ പുറകെ വന്ന് അടിച്ചു. അങ്ങനെ ഒരു അടി അടിച്ചിട്ടുള്ളൂ. വിശ്വാസം വന്നിട്ട് ഞാൻ ആരും തല്ലിയിട്ടില്ല. ഒത്തിരി വട്ടമളത്തിലുണ്ട്. എത്ര പിന്നെ ഈ സുവിശേഷം പ്രസംഗിച്ച് സംബന്ധിച്ച് ചേർത്തല വന്ന കത്തോലിക്കര് ഇറങ്ങി. ഇവിടെ വേറെ ഒരു CSO മാർത്തോമ ഒന്നുമില്ല. ഞാൻ വരുമ്പോഴത്തെ 77 ഞാനിവിടെ ചേർത്തല 87 പ്രായം 74 എനിക്കുണ്ടേ. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് സുവിശേഷം കത്തോലിക്കരല്ലാതെ വേറെ ഒരു, അതും ഹിന്ദുക്കളെക്കാൾ ശബരിമലയ്ക്ക് പോകുന്ന കത്തോലിക്കരാ. അവിടെ ഏറ്റവും പറ്റിയ നിധി എന്ന് പറഞ്ഞ ചക്രവാണി വക്കീല. ചക്രവാണി വക്കീൽ എന്ന് പറഞ്ഞാൽ ഗൗരിയമ്മയുടെ സഹോദരിയുടെ മൂത്ത സഹോദരിയുടെ മകനാണ് ചക്രവാണി വക്കീൽ. ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ, അവിടുത്തെ AK ആന്റണിയുടെയും വയലാർ രവിയുടെ രാഷ്ട്രീയ ഗുരു. അവരെയൊക്കെ രാഷ്ട്രീയം പഠിപ്പിച്ചത് ഈ ചക്രവാണി വക്കീല. അദ്ദേഹം ഇതുമായിട്ട് ഞങ്ങൾ വഴിവെച്ച് ഞങ്ങൾ ഒരു ദിവസം ട്രാക്ട് കൊടുത്തപ്പോഴത്തേക്കാ പറഞ്ഞു, അദ്ദേഹം നിരീശ്വരവാദിയാ, യുക്തിവാദിയാ, രാഷ്ട്രീയക്കാരനാ, ലീഡിങ് അഡ്വക്കേറ്റ് ചേർത്തല ഹൈക്കോർട്ടിലേക്ക്. അവരുടെ ഫാമിലി മുഴുവൻ അഡ്വക്കേറ്റ്സ്, എല്ലാം വക്കീലന്മാരാ. അവരുടെ ഹൈക്കോർട്ടിലെ ലീഡിങ് അഡ്വക്കേറ്റ്സ് ഒക്കെ അവരുടെ സ്വന്തക്കാരൊക്കെ ആയിരുന്നു. ഈ ചക്രവാണി സാർ എന്നോട് ഓഫീസിലോട്ട് വരാമെന്ന് ചോദിച്ചു. ഞാൻ ചെന്ന് ഒത്തിരി ചോദ്യം ചോദിച്ചു. ഈ ചോദ്യം ഒന്ന് ദൈവം ഉണ്ടോ, ദൈവം എങ്ങനെ ദൈവമാണ്. അപ്പൊ യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയാൻ കാരണം, ഇഫ് ഗോഡ് ഈസ് ഗോഡ്, ഗോഡ് കാനോട്ട് ഡൈ. ചക്രവാണി സാറിന് പറഞ്ഞു, സാറേ യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കാൻ ഒറ്റ കാര്യമുള്ളൂ, ഗോഡ് കാനോട്ട് ഡൈ. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചില്ല. ഞാൻ മരിച്ചു, സത്യം. അത് ഞങ്ങൾ പറഞ്ഞൊരു പാരഡോക്സ് എന്നാണ്. കാരണം സത്യമാണോ?
സത്യമല്ലേ? സത്യമല്ല. കണ്ടിന്യൂ. ഇതാണ് പാരഡോക്സ്. യേശുക്രിസ്തു ദൈവമാണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു എന്ത് ചെയ്യാൻ മരിക്കേണ്ടവിടെ ആ ഗെത്സമനെ ചെന്നപ്പോഴത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്നത്, പുള്ളി ബൈബിളൊക്കെ വായിക്കുന്നൊരു പുള്ളി ഞാൻ പറഞ്ഞു, സാറേ ഗെത്സമനെ നിങ്ങളെല്ലാം പ്രസംഗിക്കുന്ന ആൾ കത്തോലിക്കരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. കത്തോലിക്ക ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ഇതൊക്കെ പ്രസംഗിക്കാൻ പാടുകയോ ചെയ്യുമല്ലോ. യേശു ഗെത്സമനെ ചെന്ന് പ്രാർത്ഥിച്ച് ആ രക്തധമനികളെല്ലാം പൊട്ടി. ദിസ് മെഡിക്കൽ സയൻസ്. MBBS പറയേണ്ട ചോദ്യം മറുപടി, രക്തധമനികൾ പൊട്ടിയാൽ ആർക്കും ജീവിച്ചിരിക്കുമോ? ഇല്ല. എന്നാ സാറ് യേശു മരിച്ചോ? അവിടെ ഇല്ല. അവിടെ അവന്റെ രക്തധമനികളെല്ലാം പൊട്ടി വിയർപ്പ് പോലെ രക്തം വന്നു എഴുതിയിരിക്കുന്നത്. നമ്മളൊരു കൊറോലറിയോ പൊട്ടിയാൽ എന്ത് ചെയ്യും? അന്നേരം എന്ത് പറയും? ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. യേശുവിന്റെ രക്തധമനികൾ മുഴുവൻ വെട്ടി ഉടുപ്പ് മുഴുവൻ രക്തം കൊണ്ട് തെളിഞ്ഞു. പക്ഷെ യേശു മരിച്ചില്ല. കാരണം ബിക്കോസ് ഹി ഈസ് ഗോഡ്, ഹി കനോട്ട് ഡൈ. അത് കഴിഞ്ഞ് എന്തിയാ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇറങ്ങി വന്ന് പരീശന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും പിലാത്തോസിന്റെ ആൾക്കാർ ചേവകരും എല്ലാം പിടിച്ചുകൊണ്ട് പോയി ക്വസ്റ്റ്യൻ ചെയ്ത് 6 കോടതി തിരിച്ചു മറിഞ്ഞ് വിസ്തരിച്ച് ചോദിച്ചിട്ടുണ്ട്. അവസാനം ശരീരം മുഴുവൻ അടിച്ച് അടിക്കാത്തൊരു മുറി പോലും ഇവിടില്ല. ചക്രവാണി സാറിന് ഞാൻ പറഞ്ഞ കാര്യമാണ്. സാറേ പഞ്ചമുറിവല്ല, ശരീരം മുഴുവൻ അടിച്ചു പൊട്ടിച്ച് രക്തം. MBBS മറുപടി പറയണം, എ പേഴ്സൺ കനോട്ട് ഡൈ, കനോട്ട് സർവൈവ്. അവർ MBBS ചോദിക്കോ ഒരങ്ങോട്ട് ജീവിക്കാനാക്കത്തില്ല. അത് സാറിന് അറിയാം, 7 മൊഴികൾ സാർക്ക് എടുത്തിട്ടുണ്ടല്ലോ. ഈ കത്തോലിക്കരെല്ലാം പ്രസംഗിക്കുന്ന 7 മൊഴികൾ കത്തോലിക്കരുടെ പള്ളികളിൽ. അവര് പറഞ്ഞു 7ാമത്തെ മൊഴി, പിതാവേ എന്റെ ആത്മാവ് തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് സുവിശേഷത്തില്. പ്രാണനെ വിട്ടു. എന്റെ കയ്യിലുള്ള കാര്യം ചെയ്യാം, എന്റെ അനുവാദം കൂടാതെ കൊണ്ട് പോകത്തില്ല. പക്ഷെ നമ്മളെ കൊത്തിക്കൊണ്ട് കുത്തുവോ വെട്ടുവോ വെച്ചാൽ നമ്മൾ മരിച്ചു വെക്കണം. നമുക്ക് അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. ഗോഡ് കനോട്ട് ഡൈ. അതുകൊണ്ട് യേശു പറഞ്ഞല്ലോ, എന്റെ ജീവനെ കൊടുപ്പാനും അതിനെ തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരം. ആരും അതിനെ എന്നിൽ നിന്ന് എടുത്തു കളയുന്നില്ല. നോബഡി ക്യാൻ കിൽ. ഇതവിടെ ആപ്ലിക്കബിൾ ആയി. ഞാൻ സാറിന് പറഞ്ഞു, സാറേ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. യേശു മരിച്ചില്ല. എന്നാ മരിച്ചോ? ഏൽപ്പിച്ചു കൊടുക്കായിരുന്നു. സാർ എനിക്ക് 10 രൂപ തരുന്നു വെച്ചും എനിക്ക് തന്ന 10 രൂപ സാറിന്റെ തിരിച്ചു മേടിക്കാൻ സാറിന്റെ അവകാശമുള്ളതുപോലെ ഇത്രേ ഉള്ളു യേശു. കാരണം ബിക്കോസ് ഈസ് ഗോഡ്. അപ്പൊ പുള്ളിക്കുന്ന പ്രാർത്ഥന ഉണ്ടോ എന്ന് ചോദിച്ചു. പ്രാർത്ഥനയ്ക്ക് വരുന്നത്. അത് കഴിഞ്ഞ് മരിക്കുന്നത് വരെ പുള്ളി എന്റെ കൂടെ പ്രാർത്ഥനയ്ക്കും. അത് ഞങ്ങളെ ചേർത്തല മുഴുവൻ പുള്ളിക്ക് ഒരു മടിയും കൂടാതെ പുള്ളി അതെ ഹൈടെക് ആളെ കേരള രാഷ്ട്രത്തിന്റെ നേതാവായിരുന്നു. ഗൊരിമയുടെ ചെഴുത്തിയുടെ മകനാ. ഇന്നും കാണാൻ എക്സ്റേ കവലയില് കിഴക്കേ സൈഡില് ഗൊരിമയുടെ ചെഴുത്തിടമാന്റെ വീടും അവിടെ 2ആയിട്ട് പിരിയുന്ന ഹൈവേയുടെ സൈഡിലാണ് ചക്രമാണി സാറിന്റെ വീട്. അന്നേരം 2 നിലയാ. സ്തോത്രം. ദൈവം എന്നെ തൊട്ട് അവിടെ മുതൽ 1977 വിശ്വാസി മടങ്ങി വന്ന ഞാൻ 87 ചേർത്തലേ വന്നു. അത് വരാൻ കാരണം തമ്പിച്ചാനാ, വി എ തമ്പിച്ചാനാ, ചേട്ടനാ ഒരു ദേവദാസൻ. ഞങ്ങൾ അദ്ദേഹത്തെ ഇപ്പോഴും വിളിക്കുന്നത് കോസ്റ്റൽ ഏരിയയുടെ തീരദേശത്തെ അപ്പോസ്റ്റൽ എന്നാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കോട്ടത്തിന് വിശ്വാസി വന്ന ശേഷം പ്രസംഗിച്ച് നടക്കുമ്പോഴത്തേക്ക് ചാണ്ടപ്പള്ള സാർ എന്ന് പറഞ്ഞൊരു പഴയ CSI ബിഷപ്പ് ഉണ്ടായിരുന്നു. ആ ബിഷപ്പിന്റെ ഫാമിലി പെട്ടത് പള്ളക്കാരനാ. അത് ചക്രവാണി MABG കാരനാ. ഒരു സ്കൂളിലെ സെന്റ് തോമസ് ചെങ്ങാനത്തുള്ള സ്കൂളിലെ വൈസ് പ്രിൻസിപ്പാളും ഒക്കെ. അദ്ദേഹം വിശ്വാസി ജോലിയെല്ലാം രാജിവെച്ച് കർത്താവിന്റെ പേര് ചെയ്യാം. അദ്ദേഹമായിട്ട് അദ്ദേഹം മരിച്ചുപോയി. 1986 കണ്ടെന്നു, 86 അദ്ദേഹം മരിച്ചപ്പോഴത്തേക്ക് ഞാനും പുള്ളിക്ക് ശവക്കോട്ടയുണ്ട്. പക്ഷെ എന്നെ പോലെ പുള്ളി സ്വതന്ത്രം. ഞാൻ IPG-കാരനാ. അപ്പോഴത്തേക്ക് അവിടുത്തെ വീട്ടുകാരെല്ലാം പറഞ്ഞ് പാസ് ഇതെല്ലാം ശവടക്കുന്ന കാര്യം മുഴുവൻ പാസ് ഉത്തരവാദിത്വം. അപ്പൊ തമ്പിച്ചാന്റെ ഗുരുവാണ് ഈ ചണ്ടപ്പിള്ള സാർ. ആത്മീയത്തിലും അതേ സ്കൂളിലും പഠിപ്പിച്ച തമ്പിച്ചാനോട് കാണാൻ വന്ന് ഇവിടുത്തെ ഞാൻ പറഞ്ഞ് വർത്താൻ പറഞ്ഞു. ഞാൻ തമ്പിച്ച ഞങ്ങൾ വലിയ ആരും പരിചയമില്ല മുമ്പ്, കണ്ടിട്ടോന്നുള്ളത് പരിചയമൊന്നുമില്ല. തമ്പിച്ചാൻ ഞാൻ തമ്പിച്ച നോബഡി ഈസ് ദേർ. തമ്പിച്ചാന്റെ ഗുരു ആണല്ലോ ചണ്ടപ്പിള്ള സാറെല്ലാം ആണല്ലോ. അതുകൊണ്ട് തമ്പിച്ചാൻ തന്നെ അന്ന് തമ്പിച്ചാൻ ഞങ്ങൾ ഭൂമിങ്ങാട് സമയത്ത് വണ്ടിയും എല്ലാം അന്ന് വളരെ എനിക്കറിയാൻ പറ്റും. ഭയങ്കര ഒരു ഭൂമിങ്ങാ നിൽക്കുന്ന സമയമാണ്. ഒരു മസ്താ വണ്ടി ഉണ്ട്, അതുമായിട്ട് ഇവിടെ വന്നു. അവിടുത്തെ ആൾക്കാരെല്ലാം ഇതങ്ങോട്ട് ഏൽപ്പിച്ച് കഴിഞ്ഞ സംഗതി അങ്ങ് മാറി. ആള് പോലും ഇല്ലായിരുന്ന സ്ഥലത്ത്, പിന്നെ സ്വന്തക്കാർ പോലും സ്ഥലത്ത് തമ്പിച്ചാനായിട്ട് വന്നു. ഐ കൻ റിമെമ്പർ. അവരുടെ പാട്ടുകാർ വന്ന് മാവേലിക്കര രാജു മറിയാമ്മയും പാട്ടുകാരാ.
അന്ന് കേരളത്തെ ക്രൈസ്റ്റ് ഫോർ സോൾ സിംഗേഴ്സ് പാട്ടുകാരാണ്. അവരും വന്ന് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് മൂവിങ് ആയി. അപ്പൊ ആൾക്കാരെല്ലാം സംഗതി മാറി, ലെവല് മാറി. അത് കഴിഞ്ഞ് ശവടക്ക കൊണ്ടു ഞങ്ങൾ നിലമ്പൂർ ശവക്കോട്ടയുണ്ട്, നിലമ്പൂരിൽ കൊച്ചിയിൽ പിള്ളാച്ചായന് തന്നെ ശവക്കോട്ടയാണ്. അവിടെ ശവടക്ക കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു പോയി. എന്നെ കണ്ട് പിന്നെ കണ്ണു തുറഞ്ഞ് അത് കഴിഞ്ഞ് എന്നെ വിളിച്ചതും പറഞ്ഞ് ഒരു ദിവസം എന്നെ വിളിച്ച് ഞങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞ് ഞാൻ ഉണ്ടായിരുന്നു. വന്നപ്പോഴത്തേക്ക് പറഞ്ഞു നമുക്ക് ഇവിടുത്തെ മാസയോഗം, അവരുടെ ന്യൂ ഇന്ത്യയുടെ മാസയോഗം ഇവരുടെ വീട്ടിലേക്ക് കേൾക്കാം. ആയിക്കോട്ടെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു അതിലും ചെലവല്ല തമ്പിച്ചാന് അവിടെ നിന്ന് എല്ലാവരും ഭക്ഷണവും പന്തലും എല്ലാം ഇട്ട് റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് എനിക്കൊരു ഇച്ചിരി സമയം തന്നു പ്രസംഗിക്കാനായിട്ട്. അന്ന് ഞാൻ ആത്മാവിലെ കത്തി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ അത് 40 ദിവസം ഉപവാസം കഴിഞ്ഞ ഉടനെ 8-10 ദിവസം ഭക്ഷണം കഴിച്ചു. പിന്നെ അങ്ങനെ നിൽക്കുന്ന സമയം ഉപവാസം മിക്കാറില്ല. തീയാണ് തൊട്ട ഞങ്ങള് ചാണ്ടപ്പള്ള സാറിന് എന്റെ കൈ തൊട്ട് തീ പോലെ എനിക്ക് ഫയറാന്ന് പറഞ്ഞിട്ട് അന്നത്തെ ആത്മഭരാശി ഇന്ന് പിടിക്കാനൊക്കത്തില്ല. അവിടെ വന്ന് ഞാൻ അല്പനേരം സംസാരിച്ചുള്ളൂ. സംസാരിച്ചു കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു കത്ത് കൊടുത്തയച്ചു. ജോസ് ബ്രദറെ എനിക്കൊന്ന് കാണണം, ഇവിടുന്ന് വരണം. അന്നിവിടെ പറയാ എന്നോട് ചോദിക്കാം, ഞാൻ IPCയിലെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന അടുത്ത പാസ്റ്ററാണോ അല്ല എന്നാ സുവിശേഷ PFL എല്ലാം കൺവെൻഷനെ പൊക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു, ചേർത്തല അവിടെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരാണ്, അവിടെ സഭകളൊന്നുമില്ല. ജോസ് ബ്രദറിന് അവിടെ നിന്ന് പുതിയ അവിടെ കൺവെൻഷൻ നടത്തി വലിയ പ്രശ്നമൊക്കെ ഉണ്ട്. അത് ആ സാക്ഷ്യമെല്ലാം അതിന്റെ വണ്ടി അമിച്ചാന്റെ വണ്ടിയെല്ലാം അടിച്ച് മൈക്കെല്ലാം മാവലിക രാജുവിന്റെ 10-50,000 രൂപയുടെ മൈക്ക് സെറ്റ് എല്ലാം കടലിൽ കളഞ്ഞതാ അന്നത്തെ ആൾക്കാർ. അവിടെ ഒരു ചേർത്തല ഒരു കൂട്ടായ്മ തുടങ്ങാനായിട്ട് സ്നാനപ്പെട്ട 2-3 പേരുണ്ട്. ജോസഫ് ബ്രദറിന് അങ്ങോട്ട് പോകാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരാഴ്ച പറഞ്ഞു അവസാനം ഞാൻ പോകാന്ന് പറഞ്ഞു. കാരണം ചാണ്ടപ്പള്ളതാർ പറഞ്ഞിട്ടില്ലേ, ചാണ്ടപ്പള്ളതാറിന്റെ ശിഷ്യനല്ലേ. ഞാൻ അങ്ങനെയാണ് ചേർത്തലയ്ക്ക് 1977 ഞാൻ പറഞ്ഞു. ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്. ഞാൻ 1977-80 ഞാൻ സൂചിച്ചേട്ടൻ പറഞ്ഞ് നടക്കുമ്പോഴത്തേക്കാണ് ഹല്ലേലൂയ ഞാന് വടക്കേന്ത്യയില് സാംസി സാമുവല് എവരിയോ ഗ്രോസിന് ഡയറക്ടർ ആയിരുന്ന സാംസി സാമുവലും ICPFന്റെ കോർഡിനേറ്റർ ആയിരുന്ന ജോഷ ഡേവിഡും അവരെല്ലാം പഴയ കൊല്ലം ഏജിയിലെ വിശ്വാസികൾ. അവര് സാംസൺ IPCക്കാരനാണ്. എവരിയോ ഗ്രോസ് എന്നെ കൊണ്ട് ഞാൻ ചെറുപ്പത്തില് 7ാം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്ക് എവരിയോ ഗ്രോസ് ട്രാക്ക് പഠിക്കും. അവിടെ ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി അവിടെയായിരുന്നു സ്റ്റാർട്ടിങ്. എവരിയോ ഗ്രോസ് ഇല്ല. അവിടെ രാജു സാറിനെയും ജി ഫിലിപ്പ് എന്ന് പറയുന്ന രാജു സാറിനെയും AC ജോസഫിനെയും ഒന്നും എനിക്ക് മറക്കാൻ ഒക്കത്തില്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ ട്രാക്ക് വേറെ ഒന്നുമില്ല, ട്രാക്ക് തരും. യേശു വരുന്നു, യേശുവിനെ കുറിച്ചൊക്കെ പറയും. യേശു നമ്മൾ നല്ല ഗുരുതരം നമ്മൾ പറഞ്ഞ് പ്രാപിക്കും. ഏതായാലും അവിടുന്ന് ഞാൻ കർത്താവിന്റെ വരവിന് ചിന്ത ഒരുക്കുമ്പോഴത്തേക്ക് 87 ഞാൻ കർത്താവിന്റെ വരവിന് വേണ്ടി എന്നത്തിന് സമർപ്പിച്ച് ചേർത്തല വന്നപ്പോഴത്തേക്ക് തമ്പജാൻ പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറഞ്ഞ് ചേർത്തല വന്നു. ഒരു വാടക വീട്ടിൽ 2-3 വിശ്വാസികളേ ഉള്ളൂ. 2 കുടുംബം 2 കുടുംബം 5-6 പേരേ ഉള്ളൂ. അവര് വന്നു തുടങ്ങി. അവിടെ ഇവിടുന്ന് ഇറങ്ങി ഒറ്റ പെന്തിക്കോസുകാരില്ല, CSIക്കാർ പോലും ഇല്ല, മാർത്തോമാ CSI ഒന്നുമില്ല, ആരുമില്ല അവിടെ. നോബഡി കത്തോലിക്കരാ. അത് ഇറങ്ങി നിന്നാൽ കല്ലെടുത്തെറിയും. അവര് ഉണ്ടായ കഴിവാ. അവര് കല്ലെടുത്ത് നമ്മളെ അത് കമ്മ്യൂണിസ്റ്റുകാർ പോലും അത്ര ചെയ്യത്തില്ല. കത്തോലിക്ക നമ്മൾ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. എന്നെ തൊട്ടിട്ടില്ല കേട്ടോ. പല ആൾക്കാരെ തല്ലി ഉപദ്രവിച്ചു, പല മീറ്റിംഗ് തകർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നടത്തിയ മീറ്റിംഗ്, പക്ഷേ എന്റെ മീറ്റിംഗ് മിക്കവാറും പൊളിറ്റിക്സ് ആയിരിക്കും. കാരണം ഞാൻ ഹിസ്റ്ററിക്കാരനാണ്. ഹിസ്റ്ററി സബ്ജക്ട്, പൊളിറ്റിക്സ് സബ്ജക്ട് ഉണ്ടായിരുന്നു. പൊളിറ്റിക്സിന്റെ ഡെഫിനിഷൻ ഇന്ത്യൻ രാജ്യം വരണമേ എനിക്ക് കർത്താവ് പഠിപ്പിച്ചതിന്റെ ആൻസർ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് എന്നെ പ്രയോജനപ്പെടുത്തുക. ദൈവം എന്നെ എന്തിനാ എത്ര പേരെ പഠിപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു നോ ദ ബൈബിൾ, ടു അണ്ടർസ്റ്റാൻഡ് ദ ബൈബിൾ. അതൊക്കെ എനിക്ക് പ്രയോജനപ്പെടുത്തുന്നേ. അപ്പം പൊളിറ്റിക്സിന്റെ ഡെഫിനിഷൻ, പൊളിറ്റിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. ഒരു രാജ്യത്തെയും രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പൊ നിന്റെ രാജ്യം വരണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴാ ലോകരാജ്യം മനുഷ്യൻ ഭരിക്കുന്നു. ദൈവമക്കളാരാ? തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്. ജനാധികളുടെ ഇടയിൽ എണ്ണപ്പെടുന്നുമില്ല. തനിച്ചു പാർക്കുന്നില്ല. നമ്മള് ദൈവരാജ്യം നമ്മളെ കാഴ്ചപ്പാട്. ലോകരാജ്യം ഇപ്പോൾ അത് മനുഷ്യർ ഭരിക്കുന്നു. യേശുക്രിസ്തു 1000 വർഷം ഭരിക്കും. അതിന്റെ പേരാണ്
മില്ലീനിയം, അതാ ദൈവരാജ്യം. ദൈവരാജ്യം കഴിഞ്ഞാൽ ലോകാവസാനം. ലോകാവസാനം കഴിഞ്ഞാൽ പുതിയ ആകാശം, പുതിയ സ്വർഗരാജ്യം. അവിടെ മരണമില്ല. അവിടെയാണ് ഡോക്ടർ മാധവൻ നായർ സാറ് ചന്ദ്രയാൻ കഴിഞ്ഞ പറഞ്ഞു ഇപ്പോൾ ലഗേജുമായി ദുബായിക്കും അബുദാബിക്കും ന്യൂയോർക്കിനും പോകാൻ നിൽക്കുന്ന പോലെ അടുത്ത തലമുറ മറ്റു കാലങ്ങളിലേക്ക് കുടിയേറും. അപ്പൊ ദൈവം എന്നോട് സംസാരിച്ചത് ഇപ്പൊ മരണമുള്ളതുകൊണ്ടല്ലേ ഭൂമി നിറയാത്ത. ഹല്ലേലൂയ. ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിലെ പിള്ളേരുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇവൻ ദൈവമക്കളായിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാത്ത ചോദ്യങ്ങളാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കരയുന്നിരുന്നോട് ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ഐ വോണ്ട് ദി ആൻസർ ഫ്രം ദ ബൈബിൾ. ഹല്ലേലൂയ. അപ്പൊ നിന്റെ രാജ്യം വരണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോകരാജ്യം. ലോകരാജ്യം കഴിഞ്ഞാൽ യേശു വന്ന 1000 വർഷം അതിന് വരാൻ ദൈവരാജ്യം. അത് കഴിഞ്ഞാൽ ലോകാവസാനം. ലോകാവസാനം കഴിഞ്ഞാൽ പുതിയ ആകാശം, പുതിയ ഭൂമി. അതിന് വേണം സ്വർഗരാജ്യം. നമ്മുടെ മരണമില്ല, ഭൂമി നിറയും. അപ്പോഴാണ് എവിടെയാണ് ഡോക്ടർ മാധവൻ നായർ സാർ ചന്ദ്രയാൻ കഴിഞ്ഞ പറഞ്ഞു ഇപ്പോൾ ലഗേജുമായി ദുബായിക്കും അബുദാബിക്കും ന്യൂയോർക്കും നിൽക്കുന്നത് പോലെ അടുത്ത തലമുറ മറ്റു കാലസുകളിൽ കുടിയേറും. അപ്പൊ ഭൂമി നിറഞ്ഞ എന്ത് ചെയ്യും? മറ്റു കാലസുകളിൽ നമ്മൾ അവിടെ ഭരിക്കാനാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശം വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർക്കുമാണ്. ഇതൊരു രാജ്യം പഠിച്ചതാ, ദൈവനെ പഠിപ്പിച്ചതാ. ഇതാണ് എന്റെ നിങ്ങളുടെ പറയുന്നത്. പ്രൈസ് ലോർഡ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസം ബൈബിളിന്റെ ഡിക്ഷണറിയാണ്. എഡ്യൂക്കേഷൻ ഈസ് ദ ഡിക്ഷണറി ഓഫ് ബൈബിൾ ഞാൻ പറയുന്നത്. കാരണം ബൈബിളിൽ നിന്റെ രാജ്യം വരണമെന്ന് അർത്ഥം പൊളിറ്റിക്സ് പഠിക്കണം. ഹിസ്റ്ററി BC മാറി AD മാറി മില്ലീനിയം കഴിഞ്ഞാൽ ലോകാവസാനം നിത്യത. അത് പഠിക്കാനാണ് ഹിസ്റ്ററി. പൊളിറ്റിക്സ് നിന്റെ രാജ്യം കൊണ്ട് പഠിക്കേണ്ടത്. MBBS പഠിക്കുന്ന യേശു ക്രിസ്തു മാത്രം, ഞാൻ അത് പറഞ്ഞല്ലോ, യേശു ക്രിസ്തു മാത്രം ദൈവം തെളിയിക്കാനാണ് MBBS പഠിക്കുന്നത്. എക്കണോമിക്സ് വെൽത്ത് ആൻഡ് ഷെയർ. നിന്നോട് കാര്യം നിൽക്കുന്ന ആൾ കയ്യിൽ നിന്ന് ഉറച്ചിരിക്കുമോ? നമ്മളെ കിട്ടുന്ന ഓരോ ചില്ലിപ്പൈസും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതല്ലേ എന്റെ സുഹൃത്തുന്മാര് എന്നോട് ചോദിച്ചു, ബന്ധുക്കോസ് വന്നപ്പോഴത്തേക്ക് പറഞ്ഞ് ഒത്തിരി പേരുടെ കളിക്ക് വേറെ പണിന്നില്ല നിൽക്കുന്നു. ഞാൻ പറഞ്ഞ് എടാ നീ തന്നെ പറയുന്നത് എങ്ങനെയാ കുഞ്ഞു സ്നേഹിതൻ? എന്റെ കൂട്ടുകാരോട് പറഞ്ഞ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ആൾക്കാരോട് കാർത്തികേയനോടും ലീഡറോട് മാത്രം അത്രയും പറയാൻ പറ്റിയിട്ടില്ല. ഉമ്മൻചാണ്ടിയോട് ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. സുശേഷം തിരിഞ്ഞൂർ രാധാകൃഷ്ണനോട്, എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന MA എന്റെ ക്ലാസ്മേറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയ ജീരാമൻ നായർ. ഇവരുടെയൊക്കെ സുന്ദരം. അവർക്കറിയാം ഞാൻ പെന്തിക്കോസുകാരനാണെന്ന് ചോദിച്ചാൽ അവിടെ പഠിച്ചുകൊണ്ട് പഠിച്ചില്ല. ഇപ്പൊ അവിടെയൊക്കെ എന്നെ കൈ കിട്ടിയാൽ ഇന്നും മിറ്റത്തിറങ്ങിയാൽ, ഞാൻ ഗേറ്റിൽ പുറത്തിറങ്ങിയാൽ കാണുന്ന എന്നോട് സുവിശേഷം പറഞ്ഞ് 5 മിനിറ്റ് മതി. ഞാൻ താമസിക്കുന്നത് ചേർത്തലയിലാണെന്ന് പറഞ്ഞല്ലോ. ചേർത്തലയിൽ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടിയാണ് പാട്ടുകുളങ്ങരയാ, തുറവൂരാ. അതിന്റെ ഫ്രണ്ടിൽ കൂടിയാണ് ഫ്ലൈ ഓവർ പോകുന്നത്. 12 കിലോമീറ്റർ 13 കിലോമീറ്ററാണ്. അപ്പൊ ഞാൻ പറയും ഈ ഫ്ലൈ ഓവർ പണിഞ്ഞ് എന്തിനാണെന്നറിയാവോ? യേശു ക്രിസ്തു വന്ന് പിണറായി ഭരിക്കുന്ന പോലെ, മോഡി ഭരിക്കുന്ന പോലെ, ട്രംപ് ഭരിക്കുന്ന പോലെ 30 ദിവസം 12 മാസം ഭരിക്കുമ്പോൾ അതിന് വരാൻ മില്ലീനിയം. ഡിക്ഷണറിക്കകത്ത് വായിച്ചാൽ, ബൈബിള് വായിക്കാത്ത രാമലിംഗപിള്ള റെഡ്ഡിയാരും NPS DC ഡിക്ഷണറിക്കകത്ത് കൊടുത്തിരിക്കുന്ന അർത്ഥം മില്ലീനിയം എന്നല്ല, യേശു ക്രിസ്തു വന്ന് 1000 വർഷം ഭരിക്കുന്ന. അത് കഴിഞ്ഞാൽ ലോകാവസാനം. അപ്പൊ യേശു ഭരിക്കുവാൻ പോയി കാണാനുള്ള റോഡാ കുഞ്ഞെ കന്യാകുമാരി മുതൽ തമിഴ്നാട് പാറശാല മുതൽ മാംഗ്ലൂർ വരെ കേരളം ഹൈവേ. ഞാൻ താമസിക്കുന്ന പറ്റി ഇപ്പൊ റോഡ് അങ്ങോട്ടുള്ള. അത് കഴിഞ്ഞ് അവിടുന്ന് മാംഗ്ലൂർ മുതൽ കർണാടക, അത് മഹാരാഷ്ട്ര, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ് വഴി യെരുശലേം ഭൂമിയുടെ അറ്റത്ത്. ഗൾഫിൽ ചെന്നാലും ഞാൻ പോയിട്ടുണ്ട് പലപ്പോഴും. 2012 ഞാൻ പോയിട്ടില്ല. അവിടെ 4 വരി 8 വരിയൊക്കെ 4 4 8 2 10 സൈഡിലുണ്ട്. ഇപ്പൊ അതിൽ കൂടുതലുണ്ട് 12 വരി എന്ന് പറഞ്ഞിട്ട്. ഓ ഇതല്ലേ എന്തിനാ യേശു വന്ന് ഭരിക്കുമ്പോൾ അവിടെ ആൾക്കാർ ചോദിക്കാണാണല്ലോ. അതിൽ പ്രത്യേകത കാലമില്ലാത്ത കാലം എന്ന് നാട്ടുകാർ പറയത്തില്ലോ. അതാണ് 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ച മരണമില്ല. 1000 ആണ്ട് വാഴ്ചയിൽ പ്രത്യേക കുഴപ്പമുണ്ട്. ഇന്നുള്ള 880 കോടി 840 കോടി ജനം എന്ന് പറഞ്ഞത് 3-ാം ലോക മഹായുദ്ധത്തിലാണ്. 3-ാം ലോകം എന്തിനാണെന്ന് ചോദിച്ചു. എസേക്കിയേൽ പ്രവാചക പുസ്തകം 38-ാം അധ്യായമാണ്. എന്റെ കൂട്ടുകാരോട് ചോദിക്കുന്ന അവരുടെ മറുപടി എനിക്കിത്. എന്തിനാ നീ ബൈബിളിൽ വിശ്വസിക്കുന്നത്? ബൈബിള് മതഗ്രന്ഥമല്ല, ബൈബിള് നിയമഗ്രന്ഥം. നിയമഗ്രന്ഥം തെളിവ് വേണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബോട്ടണി, ഹിസ്റ്ററി എല്ലാന്ന് ബൈബിളിന്റെ എവിഡൻസസ് ആണ്. ഹല്ലേലൂയ ബറാഷി. നമ്മുടെ കർത്താവ് വരാറായിരിക്കുന്നു. ഇത് നമ്മൾ പണ്ട് നാട്ടുകാർ പറയും ഉടലോടെ സ്വർഗത്തിൽ പോകണം, അല്ലെ ഉള്ള നരകത്തിൽ പോകും. പക്ഷെ ഇതിനെല്ലാം ഞാൻ അന്ന് എന്നെ ദൈവം കഷ്ടതയിലാക്കിയത്. എനിക്ക് വീട്ടിൽ പുറത്തിറങ്ങാൻ വയ്യായിരുന്നു.
ഞാൻ രക്ഷിക്കപ്പെട്ട് പിന്മാറിപ്പോയ സമയത്ത് ദൈവന്റെ ഏറ്റവും കരുണ കൊടുത്ത മനുഷ്യനാ പ്രിയ സ്നേഹിതരെ. ഇതുപോലെ പിന്മാറിപ്പോയവർത്തൻ ഈ ലോകത്തിൽ കാണത്തില്ല. ഹല്ലേലൂയ. നിരീശ്വരവാദി സ്റ്റേജുകളിൽ കഴിഞ്ഞ് അന്ന് രാഷ്ട്രീയത്തില് പിന്മാറിപ്പോയ സമയത്ത്, അതായത് 70 മുതൽ 77 വഴി എന്റെ രാഷ്ട്രീയ കാലഘട്ടം. അന്ന് രാഷ്ട്രീയ പ്രസംഗം തുടങ്ങുന്നത്, അത് രാഷ്ട്രീയ പ്രസംഗം ഇത് ഈ ഇവിടെ ഉണ്ടായിരിക്കുന്ന മതങ്ങളുടെ മതം എന്ന് പറഞ്ഞാൽ ലെനിൻ പറഞ്ഞ പോലെ മതം മയക്കുന്ന കറുപ്പ. മതത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ സ്ഥാപനം ചെയ്ത വസ്തുക്കൾ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി സർക്കാരിലും ദൈവത്തിന്റെ പേരിൽ കളിപ്പിനോട് നടക്കുന്ന പബ്ലിക് പ്രസംഗിക്കുമായിരുന്നു. ഇപ്പോഴും അതിന് അഭിപ്രായം. പക്ഷെ അവിടുന്ന് ബൈബിൾ എന്ന് പറഞ്ഞ മതമല്ല, നിയമമാണ്. നിയമത്തിന് തെളിവാ നമ്മൾ പഠിക്കുന്ന എഡ്യൂക്കേഷൻ ഡിക്ഷണറി ഓഫ് ബൈബിളാണ്. അപ്പൊ ഇവിടെ ഞാൻ ഉമ്മൻചാണ്ടിയോടും ഇഷ്ടംപോലെ സുരേന്ദ്രൻ പറഞ്ഞു, തിരുവഞ്ചൂർ രാഷ്ട്രം പറഞ്ഞിട്ടുണ്ട്, രാമനാഥർക്കറിയാം, അവരുടെ പഴയ സുഹൃത്തുക്കൾ എല്ലാവരും മരിച്ചുപോയി. കേൾക്കാൻ ലീഡർജിയോട് മാത്രം എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല, കാരണം നമ്മൾ അവസരം കിട്ടിയിട്ടില്ല. കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഞങ്ങളൊരു എറണാകുളത്തിന് മീറ്റിങ്ങിന് വർഷങ്ങൾക്ക് ശേഷം ഉണ്ട്. പക്ഷെ അന്നേരമൊക്കെ ഒന്ന് പ്രായമൊക്കെ ആയിപ്പോയി. പക്ഷെ സുവിശേഷം പറയാൻ എനിക്ക് സൗകര്യം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കണം ഞാൻ വിശ്വാസത്തിൽ വന്നു. കർത്താവിനെ ചേർത്തല അയച്ചു. ചേർത്തല കൊല്ലും കൊലയും തമ്പിച്ചാൻ്റെ കൂട്ടത്തിൽ ഇവിടെ വന്നു. തമ്പിച്ചാൻ ആ സഭ ഇവിടെ 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ IPC-കാർ KM ജോസഫ് സാറും കോട്ടയത്തെ ടീപ്പൂർ സാർ പറഞ്ഞോണ്ട്, നീ എന്തിനാ IPC-കാരുടെ, നീ എന്തിനാ അവിടെ പോയിരിക്കുന്നത് തമ്പിയുടെ കൂടെ, നീ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. KM ജോസഫിനെ പ്രത്യേകം വിളിച്ചു. അങ്ങനെ ഞാൻ പോകാൻ നിൽക്കുമ്പോഴത്തേക്കാണ് എറണാകുളത്തെ സെൻട്രൽ പാസ് TC ഈശോച്ചൻ ജോസ് ഒരു പ്രവർത്തനം തുടങ്ങാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറെ ഒന്നും, ഞാൻ പറഞ്ഞു ഞാൻ ചേർത്തല ദൈവനെ അയച്ചേ, ഞാൻ ചേർത്തല പുതിയ വയലത്തുള്ളൂ എന്ന് പറഞ്ഞ് അന്ധകാര നഴിയിലേക്ക് കോസ്റ്റേറിയ. അങ്ങനെ 87-ലാണ് തമ്പിച്ചാനെ ചേർത്തല കൊണ്ടുവന്നത്. 89 അവസാനം, അത് 90 ആദ്യമായിട്ട്, 89 അവസാനത്തിൽ സെപ്റ്റംബർ ഒക്ടോബർ വേണ്ടി ഞാൻ IPC-ലേക്ക് അവിടുന്ന് ആരെയും ഞാൻ കൊണ്ടുപോയില്ല. ആ സഭ അതുപോലെ നിർത്തി വെച്ചു. ഒരു മനുഷ്യവിശ്വാസം എന്നോട് പറഞ്ഞു നമുക്ക് വേറെ സഭ, ഞാൻ തമ്പിച്ചാൻ കാശ് മുടക്കിയ സഭയാ തമ്പിച്ചാന്റെയാണ്. അവിടെ മരിക്കുന്നവരെ തമ്പിച്ചാൻ ഞങ്ങൾ സ്നേഹം എന്നെ കാണപ്പെടുക വല്ലതും എനിക്ക് തയ്യുകയും ചെയ്യായിരുന്നു. ഞാൻ ചോദിക്കുന്നത് കണ്ണർ ഇറുകി കാണിക്കും. തമ്പിച്ചാൻ സ്റ്റൈലുണ്ട്, ഈസ് എ ഗ്രേറ്റ് മാൻ. തമ്പിച്ചാനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു തീരദേശത്തിന്റെ അപ്പോസ്റ്റൽ എന്ന് പറയുന്നതിന് ഒരു മടുപ്പ് എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഞാൻ ചേർത്തല സെന്ററിന്റെ എറണാകുളം സെന്ററിലേക്കാണ് ചേർത്തലയൊക്കെ നിൽക്കുന്നത്. അവിടെ സെന്ററിന്റെ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തില് അത് പറമ്പ് വിഭജിച്ചു പോയി. സണ്ണിക്കുരിന് വേണ്ടി കൊടുത്ത്, സണ്ണിക്കുരിന് എന്റെ ജസ്റ്റ് സീനിയർ ബൈബിൾ കോളേജിൽ പഠിച്ച ആളാണ്. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് മാറിപ്പോയി. പിന്നെ ഉണ്ടായിരുന്ന അന്നേരം പുതിയ പേലസ് തുടങ്ങി. അപ്പൊ ഞാൻ സെന്ററിന്റെ സെക്രട്ടറി ആയി. 3-4 ജനറൽ സെക്രട്ടറി ആയിട്ട് ഒറ്റയടിക്ക് 29-30 സഭകൾ സ്ഥാപിക്കാനിടയായി. ഇന്നത്തെ 40-45-50 സഭകളുണ്ട്. 50 ചില സഭകളുണ്ട്, 70 പാസ്റ്റർമാരുണ്ട്. അപ്പൊ ദൈവം എന്നെ അപ്പോഴത്തേക്കാണ് PC ശാമ്പൽ പാസ്റ്റർ ബേത്ലഹേം ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പളാണ്. എന്നോട് പറഞ്ഞു ഒരിക്കൽ ഫിലിപ്പി തോമസിനോട് നമുക്ക് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, കൊണ്ടുവരാൻ, നമുക്ക് ഇവിടുത്തെ സഹസൂഷനാക്കി വെക്കാം, വേലിക പ്രവചനം കൊടുക്കുന്നത് ആയിക്കൊണ്ടു. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ബൈബിൾ സ്കൂളിൽ ഫൈനൽ ഇയർ പഠിച്ചിരുന്ന സകല കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന പുതിയ വേറെ സ്ഥലങ്ങളുണ്ട്. അപ്പോഴത്തേക്ക് ആലുവ സെന്റർ എറണാകുളത്ത് വിളിച്ച് 12 സഭകളിൽ ഉണ്ട് എറണാകുളം സെന്ററിൽ. അവിടുത്തെ ഞങ്ങൾ 18 എണ്ണം അന്നേരം തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 10 എണ്ണം അവിടെ തുടങ്ങി. ഈ ബൈബിൾ സ്കൂളിൽ പഠിച്ച പിള്ളേർ ഗ്രാജുവേഷൻ കഴിഞ്ഞ് കൊണ്ടുവന്നാക്കി. അങ്ങനെ 29 സഭ 30 സഭകൾ വീണ്ടും കൊടുത്തു. അതിൽ 5, 6, 7 എണ്ണം മാത്രമേ ഇല്ലാതെ ബാക്കി എല്ലാം ഇന്നും അവിടെ സഭകളായി രൂപാന്തരപ്പെട്ടു. ചേർത്തലയുണ്ട്, ഹല്ലേലൂയ, അങ്ങനെ പല സഭകള്. അപ്പൊ ദൈവം എനിക്ക് ഞാൻ നമ്മൾ പ്രസംഗിച്ചത് കണ്ണു കാണും. എന്റെ ഒരു പ്രാർത്ഥനയായിരുന്നു, കർത്താവ് ഇവിടെ അറിയില്ലോ ചേർത്ത കർത്താവ് ഈ 10 കിലോമീറ്ററിൽ ഒരു വിശ്വാസം എനിക്ക് കാണിച്ച കർത്താവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ദൈവമക്കളെ 70-ൽ പരം പാസ്റ്റർമാര് ചേർത്തല താലൂക്കിലുണ്ട്. ഹല്ലേലൂയ. മാത്രമല്ല കരിസ്മാറ്റിക് കൊണ്ട് നിറഞ്ഞിരിക്കുക. കരിസ്മാറ്റിക് ഒത്തിരി വയലാർ സഭ അവിടെ ഉള്ളത് മുഴുവൻ ഹിന്ദുക്കളാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഇവരിലെ എന്റെ കൂടെ ഇരുന്ന് അഭിഷേകം പ്രാപിച്ചത്, ഏറ്റവും ദൈവനെ ഏൽപ്പിച്ചത്. ഞാനവിടെ ഒരു യോഗത്തിന് പോയ അഭിഷേകം പറയും അന്യഭാഷ 922-ലാണ് ലാസ്റ്റ് അവസാനം വയലാർ സഭയിൽ ഉണ്ട്. ഒരു 4-5 പേര് ഒരുമിച്ച് അഭിഷേകം പ്രാപിച്ചു. ഒരു 76 വയസ്സുള്ള ഒരു മർക്കോസ് സഹോദരൻ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ സഹോദരി, അദ്ദേഹത്തിന്റെ ഭാര്യ, പിന്നെ ഒരു റിൻസി, ഒരു 10-45 വയസ്സുള്ള സ്തോത്രം.
അതുപോലെ പിന്നെ പാറായിക്കാവിൽ എന്ന സ്ഥലത്ത് അവിടെ ഉണ്ടാകുന്ന അവിടെ 66-69 വയസ്സുള്ള സഹോദരന്മാര് എന്റെ കൂടെ അന്ന് എനിക്ക് ദൈവം എന്നെ അയച്ചാൽ അഭിഷേകം ചെയ്യും. ഇന്നും അന്യഭാഷയും അവിടെ കൈവയ്പ്പിനാൽ ആത്മന അന്യഭാഷ. എന്റെ ജോലി അതായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നും അതെല്ലാം ഉണ്ട്. അതാ ശ്രദ്ധയും. കാരണം പാറാഹഷ് ഒരു കാര്യത്തിൽ പറഞ്ഞ് ഇറങ്ങി നാളിലേക്ക് നാലിലായിട്ട് വിജിലന്റ് ആയിട്ട്. അതെ, എന്നെ അടുപ്പിക്കാൻ പേടിയാകും. കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് ഹാബിൽ സാറിന് വേണ്ടിയാണ് പഠിച്ചത്. പീപ്പിൾ സാർ എന്നെ കൊണ്ട് വിട്ടത് അവിടെ. ഹാബിൽ ജി വർഗീസ്, ബെഞ്ചമിൻ വർഗീസ് അച്ഛന്റെ ജ്യേഷ്ഠനാ. ഏഷ്യൻ ബൈബിൾ സ്കൂളിൽ അവിടെ പഠിപ്പിച്ചപ്പെടുത്ത എന്ത് ചെയ്യാം, അവിടെ എല്ലാം പരിശോധന നടത്തും. അവിടെ എല്ലാവരും ഭയങ്കര പരിശോധനകൾ. എത്ര പേര് ഇവിടെ എന്റെ വിശ്വാസമുണ്ട്. എന്റെ ഒരു അഭിഷേകം പ്രാപിക്കുക എന്റെ കൂടെ ഇരുന്നത്. ഭൂതങ്ങളെ ഇറക്കി വിട്ടു, ഇഷ്ടം പോലെ ഭൂതങ്ങളെ. വേണ്ട സൈഡിൽ മുഴുവൻ ഭൂതങ്ങളാ, ഇഷ്ടം പോലെ ഭൂതങ്ങൾ വരും. അതിന് പേര് പറഞ്ഞ് പല സമയം കൂടി ഇഷ്ടം പോലെ ഭൂതം ഇറക്കിയുണ്ട്. മാടന, അങ്ങനെ ഒത്തിരി ഭൂതങ്ങളുടെ പേര് പറഞ്ഞിപ്പോ ദൈവം എന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. സ്വന്തം അത്ഭുതങ്ങൾ ഇഷ്ടം പോലെ കൊണ്ടിട്ടുണ്ട് അങ്ങനെ ഇതിൽ. അപ്പൊ ദൈവം എന്നെ വീണ്ടും ചേർത്തല പിന്നെ ഭൂതങ്ങളൊന്നും ഇല്ല. അങ്ങനെ അത് ഇല്ല, വളരെ ഇല്ലെന്ന് ഞാൻ പറയാം. കാരണം കരിസ്മാറ്റിക് മൂവ്മെന്റ് ഇഷ്ടംപോലെ ഒന്നും ഇവിടെ മുഴുവനില്ല. കാരണം സെന്റ് തോമസ് വന്ന നാടാന്നാ പറയുന്നത്. അപ്പൊ എന്റെ ആഗ്രഹം സെന്റ് തോമസ് വന്ന നാടാണെങ്കിൽ കർത്താവേ ഇവിടെ എന്ത് ചെയ്യണം, ഒരു വലിയ ആത്പ്രവാഹം ഉണ്ടാകണം. മുൻമഴയും പിന്മഴയും ഒരുമിച്ച് വയ്ക്കണം. ഇവിടെയുള്ള ചെറുപ്പക്കാർ ഒത്തിരി ചോദ്യം ചോദിക്കും. ഞാൻ പറയാം, ദൈവം ഇങ്ങനെ, ദൈവത്തിന് മരിക്കാനൊക്കത്തില്ല. യേശു ക്രിസ്തു മരിച്ചില്ല. മതം എന്ന് പറഞ്ഞ അഭിപ്രായം എന്നാ. അത് എടമറ്, എന്റെ ക്ലാസ്മേറ്റ് എടമറിന്റെ വീട്ടുകാർ പറഞ്ഞതാ, എടമറിന്റെ അപ്പം പറഞ്ഞതാ. മതം എന്ന് പറഞ്ഞ അഭിപ്രായം എന്നാ. അപ്പം മതമല്ല, ബൈബിള് നിയമമാണ്. ആ നിയമം തെറ്റിച്ചാൽ നമ്മൾ മോശിക പോകത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന് പരിശുദ്ധാത്മാവ് എന്ന സ്നേഹം, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വരുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സ്നേഹം ഇല്ല, പൊറുക്കാൻ, ക്ഷമിക്കാൻ, വഹിക്കാൻ, സഹിക്കാൻ. നീ ഒറ്റയാണെന്നുള്ള പേടിക്കാൻ വേണ്ട. ഇതിനും ദൈവം നടത്തും. ആഹാരം തരും, വസ്ത്രം തരും, പാർപ്പിടം തരും. ബിക്കോസ് എനിക്ക് 74 വയസ്സുണ്ട്. അല്ലെങ്കിൽ ചേർത്തല വന്ന് 38 വർഷമായി. ഇന്ന് ഒരു എഴുത്തെഴുതി ചോദിക്കാനായിട്ട്, എന്നെ സഹായിക്കുന്ന പറയാനായിട്ട്. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങൾ 3 പേരെയും പഠിച്ചു. ഞാനും എന്റെ ഭാര്യയും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചോരാ അന്നത്തെ കാലത്ത്. ഞങ്ങൾ ചോദിച്ചു എങ്ങനെ പഠിപ്പിക്കുന്നപ്പോഴത്തേക്ക് അവിടെ എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഒരു സ്ഥാനത്തുണ്ട് പെന്തിക്കോസ് എറിഞ്ഞ് അവർ പറഞ്ഞത് അവർ ടീപ്പിംഗാരാ. നീ നിന്റെ മക്കള് നിന്റെ അമ്മയെല്ലാം പഠിപ്പിച്ച് അവരെല്ലാം. കാരണം എന്റെ ഭാര്യയുടെ അപ്പൻ തഹസീൽദാരെ മലപ്പുറത്ത് സ്ഥലത്ത് മരിച്ചു പോയതാ. അമ്മച്ചി അഡീഷണൽ സെക്രട്ടറി ആയിട്ട് ഇപ്പം ഏതാണ്ട് 86-87 വയസ്സുണ്ട്. ജീവിച്ചിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. അവരുടെ മക്കളെല്ലാം ഡോക്ടേഴ്സും എല്ലാവരും. അപ്പച്ചൻ മരിച്ച ലീവിലാണ് എന്റെ ഭാര്യയുടെ അനിയത്തിക്ക് ജോലി കിട്ടി. അവൾ റിട്ടയറായി. ഹല്ലേലൂയ. AP അണ്ണാന്റെ ആശുപത്രിയിലെ ജോർജ് ആൻഡിയുടെ മോനാണ് എന്റെ ഭാര്യ ജയമോളുടെ ചേടത്തിയുടെ മകള്. അവരെല്ലാം ഡോക്ടേഴ്സ്, എല്ലാം CMC ഡോക്ടേഴ്സ്. അവരെല്ലാം മെഡിക്കൽ കോളേജ് എല്ലാം ഡോക്ടേഴ്സ് അവര്. പക്ഷെ അവരെല്ലാം എന്റെ കൂടെ പരിശുദ്ധാത്മജ്ഞാനം പ്രാപിച്ചവരും. അതേ രസം. എന്റെ അപ്പൻ അല്ലെ എന്റെ അമ്മ, എന്റെ പെങ്ങള്, എന്റെ അനിയൻ, ഇവരെല്ലാം എന്റെ കൂടെ എന്റെ കൈ കൊണ്ടുകൂടി അഭിഷേകം പ്രാപിച്ചില്ല. അതിൽ എന്റെ അനിയൻ അല്പം പിന്മാറിപ്പോയി. അവനിപ്പോഴും എല്ലാം അറിയാം. പക്ഷെ എന്നോട് ചോദിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവൻ ഇങ്ങനെ വട്ടം കയറി കിടക്കുക. വരാന്നൊക്കെ പറയുന്നില്ല. ഈ വലിയ സങ്കടമുണ്ട്. കാരണം ഒരു ആത്മാവിന്റെ വില സർവ്വലോകത്തേക്കാൾ വലുതാ. ദാറ്റ്സ് എ മെയിൻ പ്രോബ്ലം. ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില സർവ്വലോകത്ത്. ഒരു മനുഷ്യന്റെ ആത്മാവ്, ഏറ്റവും തെണ്ടിയായ ഒരു മനുഷ്യന്റെ ആത്മാവ് ത്രാസിട്ട് വെച്ചും ഇത് ഹോൾ പ്രപഞ്ചം മറ്റേ ത്രാസിട്ട് ഇത് അനങ്ങത്തില്ല എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിന് മാത്രം അഗോചരമാ ഹെൽപ്പ് ചെയ്യാൻ. നമ്മളെ എന്നെ തല്ലിയിട്ടുണ്ട് ആൾക്കാർ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരിക്കലൊരു സ്ഥലത്ത് നമ്മളത്തേക്ക് എന്നെ തല്ലി, ഞാൻ അറിഞ്ഞില്ല. കാരണം ഞാൻ തല്ലിട്ടുണ്ട്. എനിക്ക് എന്റെ മേത്തൊന്നും കൊണ്ടില്ല. ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, 1-2 പ്രാവശ്യം. സോറി, എന്റെ തല്ലുണ്ട്, ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ദൈവത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ കൂടെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. 2 കൂട്ടരും പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിൽ യാക്കോബക്കാരും CSCക്കാരും മാർത്തമക്കാരും തിന്നാൻ ഒത്തിരി, അതുപോലെ പെന്തിക്കോസ് ദൈവമക്കളും ഒക്കെ പറയുന്നുണ്ട്. കാരണം പക്ഷെ എനിക്ക് ആരും പിണക്കവും ഇല്ല. കാരണം ഒരിക്കലും പിണങ്ങാനൊക്കത്തില്ല. ഒരു ദൈവത്തിന് ആരും പിണക്കാനൊക്കത്തില്ല. അവൻ ഒറ്റപ്പെട്ടേക്കാം. മോശയുടെ ജീവിതം ആരുമില്ലായിരുന്നു. 80 വയസ്സിൽ വരെ. അത് കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നവരെ. ഹാരോൻ, വേദോസ്തിക, യോശുവ, ഇവരെല്ലാം. യോശുവ അവസാനം ചിലപ്പോൾ പറയേണ്ടി തന്നെ രാജ്യമെല്ലാം വസൂലാക്കി
അവർക്കെല്ലാം കൊടുത്ത് 40-ാമത്തെ വയസ്സ് 85 വയസ്സിൽ പറയുക, നിങ്ങളെല്ലാം അവരുടെ ജാതികളെ കണ്ട് പിടിച്ചപ്പോഴത്തേക്ക് പറയുക, യോശുവ പറയുക, ഞാനും എന്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്റെ ഭാഗ്യവും വലിയ സന്തോഷമാണ്. എന്റെ കുഞ്ഞുങ്ങളെല്ലാവരും 12 വയസ്സിന് മുമ്പ് തന്നെ എല്ലാവരും അഭിഷേകം പ്രാപിച്ചു, ആത്മനാഥം പ്രാപിച്ചു. അതിലെന്റെ മൂത്ത മോൾക്ക് 40 വയസ്സ് പ്രായമുണ്ട്. അവള് ഡയറ്റീഷ്യനായിട്ട് ആശ്രയിച്ച് വർക്കുന്നു. അവർക്കൊരു കുട്ടിയുണ്ട്. എന്റെ ഇളയ 2 ആൺപിള്ളേരുണ്ട്. അവര് ബാംഗ്ലൂർ താമസിക്കുന്നത്. അതിൽ എന്റെ മൂത്തവൻ, അവന് 38 വയസ്സുണ്ട്. അവനവിടുത്തെ ഒരു കോതന്നൂർ IPCയിലെ സഹശുശ്രൂഷകനെ പോലെ നിൽക്കുക. ഇംഗ്ലീഷ് വേർഷൻ ഹിന്ദി വേർഷൻ അവനെ കണ്ടക്ട് ചെയ്യുന്നത്. അവൻ ശുശ്രൂഷകനാ. എന്റെ കുടുംബം എല്ലാവരും കർത്താവിന്റെ വേലക്കാരാണെന്ന് പറഞ്ഞു എന്റെ ആഗ്രഹം. പക്ഷെ ജോലിയോട് അവരുടെ പപ്പായുടെ കഷ്ടപ്പാട് കണ്ടിട്ടായിരിക്കും. കാരണം ബുദ്ധിമുട്ടുകൾ. പക്ഷെ ബുദ്ധിമുട്ടുകൾ അവർക്കറിയാം. പക്ഷെ അവർ ദൈവം അവരൊന്നും കുറവെടുത്തില്ല. അവരെല്ലാം ICC പിടിച്ച പിള്ളേരാ. നോക്കണം എങ്ങനെ കൊടുത്തെന്ന് ചോദിച്ചിരിക്കുന്നൂടാ. ഓരോ മാസം ഇന്ന് വരെ എടുത്തു സഹായിക്കും ചോദിച്ചിട്ടില്ല. പക്ഷെ ഓൺ ദ പ്രോപ്പർ ടൈമില് ദൈവം അത് സഹായിച്ചിട്ടുണ്ട്. വാടക കൊടുക്കണം. ഇന്നും ഞാൻ വാടകയ്ക്കാം. എനിക്ക് എന്റെ അപ്പൻ തന്ന 12 സെന്റ് സ്ഥലം വിറ്റ് എന്റെ മോടെ കല്യാണം നടത്തി. ഹല്ലേലൂയ. പിന്നെ ബാക്കിയുണ്ടായ കാശ് എങ്ങനെ തോന്നിച്ചാൽ ചെലവ് കഴിക്കില്ലേ, വേറെ വരുമാനമൊന്നുമില്ലല്ലോ. ഈ കഴിഞ്ഞ 1 വർഷക്കാലം ഞാൻ വീട്ടിൽ ഇരിക്കുക, പുറത്തിറങ്ങിയിട്ടില്ല. കാരണം എന്റെ കാലയിൽ ഒരു മുറിവുണ്ടായി. അത് 2 കാലയിൽ ഉണ്ടായിരുന്നു. ഒന്നും കരിഞ്ഞു, മറ്റേ കാലിൽ 8 മാസമായിട്ടും പുറത്തിറങ്ങാൻ വയ്യ. കഴിഞ്ഞ ആഴ്ചയില് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഇതിന്റെ മുറിവ് ഞാൻ എടുത്തത്, മാറ്റിയ ഡോക്ടർ. അല്ല അവിടെ എനിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു, കവലടയന്മാരെല്ലാം അപ്പൻ ശാസിക്കാത്ത ശിക്ഷിക്കാതെ മക്കളിവിടെ ഉണ്ട്. പാര ശിക്ഷിക്കുക. കാരണം ഒന്നും തെറ്റിയാൽ ഒന്നും തെറ്റും. അപ്പൊ ദൈവം എന്ത് ചെയ്യും? നമ്മളെ മക്കളെ ശിക്ഷിക്കും. അത് കൊള്ളത അതിൻ്റെ അകത്ത്. അപ്പൊ എങ്ങനെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ല. അബ്രഹാമിനെ പറഞ്ഞല്ലേ, അത് നമ്മളും പറയാ. അബ്രഹാമിന്റെ വിശ്വാസ പിതാവാ. അബ്രഹാം യഹൂദനല്ലായിരുന്നു. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് യഹൂദന്മാരല്ല. യാക്കോബിന്റെ മക്കളാ ഇസ്രായേലികളായത്. സ്തോത്രം. യാക്കോബിന് ഇസ്രായേലിന് പേര് രാജ്യം ഉണ്ടായത്. എന്തിനാ വെച്ചാൽ നിന്റെ രാജ്യം വരണമെന്ന് സ്ഥാപിക്കേണ്ടത് ചെയ്യാം. അതിന് ബൗണ്ടറി പറഞ്ഞു. ഏതാ ബൗണ്ടറി? റിവർ നൈൽ മുതൽ യൂഫ്രട്ടീസ് വരെ. വേറൊരു ഭാഷ പറഞ്ഞാൽ ഈജിപ്തിന്റെ ബോർഡർ മുതൽ കുവൈറ്റിന്റെ ബോർഡർ വരെ. കിഴക്കുവശം ബേ ഓഫ് പേർഷ്യ, ഇറാന്റെ കടൽ, പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടൽ. ഈ 4 വെള്ളങ്ങളിടയിലാണ് മദ്യം, ലോകത്തിന്റെ മദ്യം. അവിടെയാ യോശു വന്നത്. അപ്പൊ ഉരുണ്ട ഭൂമിക്ക് നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരുന്ന ഉരുണ്ട ഭൂമിക്ക് എങ്ങനെയാ മദ്യം ഉണ്ടാകുന്നത്? ഞാൻ പറഞ്ഞ് മാപ്പെടുത്ത് വെച്ച് വെച്ചു അവന് കാർക്ക് കെട്ടി ചെയ്യാൻ പറഞ്ഞു. മധ്യപൂർവ്വദേശം എന്ന് പറയാറില്ലേ, മധ്യധരണി എന്ന് പറയാറില്ലേ? അതിന്റെ അർത്ഥം എന്നാ? ധരണി എന്ന് പറഞ്ഞ ഭൂമി. ധരണിയുടെ മധ്യമുള്ള കടലാണ് മധ്യധരണി കടൽ. യെരൂശലേം അവിടെയാ, യേശു അവിടെയാ. ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കാൻ നവഗ്രഹങ്ങൾ തെറ്റിപ്പോയി. പിശാച് കണ്ട് കൊടുക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുന്നു പറഞ്ഞ എന്തിയാ? എങ്കിൽ ഭൂമിയെ മാത്രം ദൈവത്തിന്റെയാ. ദൈവം സ്നേഹമാ. സ്നേഹിക്കാൻ ദൈവം പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. പുത്രൻ മുഖാന്തരം ക്രിയേറ്റർ യേശു ക്രിസ്തുവിന്റെ മുഴുവൻ സൃഷ്ടാവ്. യഹോവ ആരാ? യേശു ക്രിസ്തു. ഞാൻ എല്ലാം എനിക്ക് ചോദ്യമായിരുന്നൊക്കെ. യഹോവ ആരാ? യേശു ആരാ? പിതാവ്. ദൈവത്തെ ആരും ഒന്നും കണ്ടിട്ടില്ല. പുതിയ മന്ദിരം പറഞ്ഞ പറയുന്നത് യഹോവയെ കണ്ടില്ലേ? കണ്ടു. പട്ടണമാനം കഴിച്ചില്ലേ? പുതിയ യേശുവിനെ കണ്ടില്ലേ? യേശുവിനെ വിളിച്ചില്ലേ? എന്റെ കർത്താവ് ദൈവമായിട്ടുള്ളൂ. യേശു നിഷേധിച്ചോ? യേശു ദൈവമാ. അവൻ സകലത്തിലും ഇതാ ദൈവമായി. അപ്പൊ യഹോവ യേശു. എന്നാ പിതാവായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരാൾ കണ്ടിട്ടില്ല. പുതിയത് പറയും കാണുന്ന തക്ക സമയത്ത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണും. അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ച നമ്മുടെ തുടങ്ങി കാണും. 1000 ആണ്ട് കാഴ്ച കഴിഞ്ഞ പിതാവായ ദൈവ രാജ്യം ലഭിക്കും. യേശു പറഞ്ഞേ എന്റെ പിതാവ്. ഹല്ലേലൂയ. ഞാനും അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെ പോഷ് പറഞ്ഞ ഞാൻ അവനെ അറിയുന്നു. അപ്പോൾ യേശു വചനം ജഡമായി തീർന്നു. അത് നാനോ ടെക്നോളജി. വചനം, ദ സ്പീക്കിംഗ് ലാംഗ്വേജ് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ എന്താന്ന് ആ എനർജി മാറ്ററായി തീർന്നു. അതാ യേശു ക്രിസ്തു. മറിയുടെ ഉരത്തിൽ മാറ്ററായി യേശു ക്രിസ്തു വന്നു. ഇതൊക്കെ പിള്ളേരോട് പറയുന്നത് കേട്ടോ. പിള്ളേർ ചോദിക്കുമ്പോൾ അവർക്കല്ലേ ഉത്തരവാ. ഹല്ലേലൂയ. ഞാൻ വരുമ്പോഴത്തേക്ക് ചേർത്തല മുഴുവൻ നിരീശ്വരവാദി എന്ന് മാത്രം എന്നെ തല്ലിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. തല്ലാതെ തല്ലിയിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ദൈവൻ അവർക്കെല്ലാം ആ വീടുകളൊക്കെ ഇന്ന് ബന്ധുക്കോസുകാരായിട്ടുണ്ട്, ദൈവമക്കളായിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിന് നമ്മൾ ഞാൻ കർത്താവ് ഒരു 10 കിലോമീറ്റർ ഒരു വിശ്വാസി അല്ല ഒരു ഇന്ന് 70 പാസ്റ്റർമാർ ചേർത്തലുണ്ട്. ചേർത്തല സെന്റ് തോമസ് വന്നതാ. ഞാൻ വിശ്വാസം
കേരളത്തിൽ നല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഡെവലപ്മെന്റ് നടക്കുന്ന, വികസനം നടക്കുന്ന സ്ഥലമാണ് ചേർത്തല. അതിന്റെ ഭാഗം ഫ്ലൈ ഓവർ ഞങ്ങളുടെ മുന്നിൽ. ഫ്ലൈ ഓവർ എന്തിനാ? യേശു ക്രിസ്തു വഴി പോയി കാണാൻ റോഡാ. ഈ 3 രോഗമായതും കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് ഇന്നുകൊണ്ട് 850 കോടി ജനത്തില് 140 കോടി ജനം മിച്ചം വരും. അവര് പ്രസംഗിച്ചത് ഈസാ നബി നിത്യരാജാവ് എന്ന് പറഞ്ഞത് അത് 1000 ആണ്ട് പഠിച്ചു. അത് കഴിഞ്ഞാൽ ലോകാവസാനം. ലോകാവസാനം കഴിഞ്ഞാൽ മരണമില്ല, ഭൂമി നിറയും. അപ്പോൾ മറ്റു കാര്യം പോയി അവിടെ ട്രെയിനിങ് നടത്തി കഴിഞ്ഞാൽ പുതിയ യെരൂശലേമിൽ പാർക്കുന്ന ഹല്ലേലൂയ 1800 മൈൽ നീളവും വീതിയുള്ള അപ്പാർട്ട്മെന്റ്. ഓ, വി കനോട്ട് ഇമാജിൻ, ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിനായി അപ്പാർട്ട്മെന്റ്, ഇന്നിവിടെ അപ്പാർട്ട്മെന്റിലും പണി കാണിക്കുന്ന 150 കാണിക്കുന്നതാ. ഈ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞാൽ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം 1800 നാല് നീളവും വീതിയും ഉയരവും എന്ന് വെച്ചാൽ 1800 മൈൽ നീളവും വീതിയും ഉയരമുള്ള അപ്പാർട്ട്മെന്റ്. ഇത് മനസ്സിലാക്കണമെന്നില്ല. ദൈവത്തിന് തിരുവെഴുത്തുകളെ തിരിച്ചറിയുന്ന ബുദ്ധിയെ തുറന്നതുപോലെ 21-ാം നൂറ്റാണ്ടില് ചോദ്യം ചോദിക്കുന്ന മക്കളോട് പറയാൻ ദൈവദാസൻ ബുദ്ധിയെ തുറക്കുന്ന ഇതൊക്കെ. ഐ ബിലീവ് ഇൻ ദാറ്റ് വേ. കാരണം എനിക്ക് എന്റെ സംശയം മുഴുവൻ ഇങ്ങനെയാണ്. ഞാൻ പറയാം, സയൻസ് എന്താണ്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബൈബിളിന്റെ ഡിക്ഷണറിയാണ്. ഹലോ, നിന്റെ രാജ്യം വരണമേ, അത് പൊളിറ്റിക്കൽ സാധ്യം പറഞ്ഞല്ലോ. നമ്മുടെ കർത്താവ് വരാറായി. എനിക്ക് 3 പിള്ളേര്, അത് 3 കർത്താവ് ചെറുപ്പം 12 വയസ്സ് ആകുന്നതിന് മുന്നേ എല്ലാവരും ആത്മനാവിൽ നിറഞ്ഞു. 12 വയസ്സ് കഴിയാൻ നോക്കിയിരുന്നു അവര് ആൽപ്പെടുത്താനായിട്ട്. ഹല്ലേലൂയ. ഞാനും എന്റെ കുടുംബവും യോശുവ പറഞ്ഞു, നിങ്ങളാരെങ്കിലും പൊക്കോ, പക്ഷെ ഞാൻ എന്റെ കുടുംബം യഹോവയെ സേവിക്കും. യോശുവ 24 പറഞ്ഞല്ലേ, ദൈവമക്കളെ ആരെല്ലാം വന്നാലും നമുക്ക് കർത്താവിന്റെ കൂടെ പോകണം. ഇതേ ഇതേ ശരീരത്തിൽ, അതാ നാനോ ടെക്നോളജി. ഇതേ ശരീര സ്വർഗത്തിൽ. പണ്ട് ഞങ്ങൾ പറയുമായിരുന്നു, ഒരാൾ മരിച്ചു പറയും മണ്ണോട് മണ്ണായി. നമ്മൾ പറയുന്ന നാട്ടുകാർ. എന്നാ ഇന്നത്തെ 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര് NCERT കേരള സിലബസ് പോലും തന്നെയാ. അവര് മണ്ണോട് മണ്ണെന്ന് പറഞ്ഞ ആറ്റമായി. അതും പോയി. നാനോ ടെക്നോളജി. അപ്പം വീണ്ടും നാനോ കൂടിയ ആറ്റം കൂടിയ മോളിക്കുലർ മാറ്റർ. ഇതാണ് റിസറക്ഷൻ. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ 2 കൈയും 2 കാലുള്ളവനെ ആക്തി നരകത്തിൽ വീഴണം. നരകം സെൻട്രൽ ജയിൽ. സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ നവഗ്രഹങ്ങൾ. ഹല്ലേലൂയ. ഇതാ പിശാചിന്റെ കൂട്ടർക്ക് ഒരിക്കൽ ശുക്രൻ എന്ന വാക്കിന്റെ അർത്ഥം എന്നതാ? ഡിക്ഷണറി നോക്കണം. ശുക്രന്റെ പിശാചെന്ന ബൈബിൾ വായിച്ച രാമലിംഗപിള്ള റെഡ്ഡിയാർ വാരും ഡിക്ഷണറി കൊടുത്ത അർത്ഥം നവഗ്രഹങ്ങൾ. സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത്, നരകം എന്ന് പറയുന്നത് സെൻട്രൽ ജയിൽ. അതിന് റിമാൻഡ് ചെയ്യും സബ് ജയിലിൽ. ഇതെല്ലാം ഭൂമി നടക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാനാ ബൈബിളിൽ പഠിക്കുമ്പോൾ സബ് ജയിലിൽ വിസ്താരം കഴിഞ്ഞ് സെൻട്രൽ ജയിലിലേക്ക്. ഇപ്പൊ ഒരാള് യേശുവിനെ കൂടാതെ ദൈവമക്കൾ എന്ന പദവി ലഭിക്കാതെ മരിച്ചാൽ അവന്റെ മണ്ണ് ഈ ശരീരം ഭൂമിയെ കുറിച്ചിടും. അവന്റെ ആത്മാവ് നേരെ എന്ത് ചെയ്യാ? സബ് ജയിലിലേക്ക് പോകും, പാതാളത്തിൽ. എന്നാ രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ എന്ത് ചെയ്യാ? അപ്പൊ ഒരു വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനൊരു കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും കർത്താവ് ഈ പ്രസംഗത്തിൽ എനിക്ക് കർത്താവിന്റെ മുഖം കാണാനായിട്ട് പേടിച്ചിടൊന്നും അല്ല. പട്ടിണി പ്രയാസം എനിക്കൊരു പ്രശ്നമില്ല. ഐ എം നോട്ട് അഫ്രൈഡ്. ഹല്ലേലൂയ. ഞാൻ ഇഷ്ടംപോലെ ഒറ്റപ്പെട്ടിട്ടുണ്ട് എല്ലാവരുടെ. എനിക്ക് ഐ എം നോട്ട്. ഹല്ലേലൂയ. ഞാൻ IPC കാരനായിരിക്കുമ്പോ തന്നെ IPC കാരൻ നല്ലതെന്ന് പറഞ്ഞിവിടെ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാവർക്കും എന്നെ അറിയാം. ഈച്ച് ആൻഡ് എവരി മാൻ നോസ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കൽ ഞങ്ങള് വിശ്വാസം വന്ന ശേഷം കേസ് ചെയ്യേണ്ട കൂട്ടത്തിലാണ് കുറച്ചാളുടെ താമസിച്ചു. അവിടെ പോകുമ്പോഴേക്കും നിരണം സോമൻ കേസ് ചെയ്യേണ്ട കൂട്ടത്തിൽ അവിടെ ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ചു. അതിന് സോമനെ കോട്ടയം ഫിലിപ്സാറിന്റെ അവിടെ ഞങ്ങൾ ചക്രവാണി വക്കീല് ആയിട്ട് ഞങ്ങൾ ഒരു കൺവെൻഷൻ വിളിച്ചവിടെ പുള്ളി സാക്ഷ്യം പറയാനായിട്ട്. നിരേറ്റോറം പാലത്തിന്റെ കിഴക്കുവശ ആ കാര്യം നിരേറ്റോറം ആ പാലത്തിന്റെ കിഴക്കുവശ തന്നെ അവിടെ പ്രസംഗം ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ സമുദായക്കാര് ഹിന്ദുക്കള് ഇത്ര മിന്നുന്ന വടിവാളും കടാരും ആയിട്ട് ഞാൻ വീശിക്കൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക വെട്ടാനായിട്ട്. ചക്രവാണി വക്കീൽ പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞു തീരുമ്പോഴത്തേക്ക് നിങ്ങൾ അടച്ചോണ്ടിരുന്നു. സോമൻ ഇറങ്ങിച്ചെന്ന്, സോമൻ SNDP എന്ന് വന്ന ആളാ. അവരുടെ ആൾക്കാർ മുഴുവൻ അവിടെ എല്ലാം പ്രാർത്ഥിച്ചോണ്ട് ഞാൻ പറഞ്ഞൊന്നും പിടിക്കില്ല. അതിൽ ഞാനും പ്രസംഗിച്ചു. അവിടെ ഒരു യുക്കം നടന്നില്ല. കാരണം ഇങ്ങനെ മിന്നുന്ന വാളുമായിട്ട് വെട്ടാൻ വന്ന ദൈവം ഞങ്ങളെ രക്ഷിച്ച ആ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോ പിന്നെ എന്തിനാ ദൈവത്തിലെ നീ പേടിക്കുന്ന പ്രേക്ഷകളാണ്? ഹല്ലേലൂയ. നമ്മൾ ഉപദേശത്തെ അയ്യോ വരുത്താൻ പാടില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷ അടയാളത്തിൽ ആത്മജ്ഞാനം പ്രാപിച്ച ദൈവം ബൈബിള് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യണം.
And there is no compromise for the Bible. നമ്മുടെ ഇന്നത്തെ ഒരു പ്രസ്ഥാനവുമല്ല. നമ്മുടെ യേശുവിന്റെ രക്തത്താൽ കഴുക പ്രാപിച്ചവരാ. ദൈവത്തിന്റെ സ്നേഹത്താൽ നമ്മൾ എന്ത് ചെയ്യുക? അടിമുടി അതെ ബലപ്പെട്ടവരിക്കുന്നവരാ. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ഹല്ലേലൂയ. പിന്നെ നിങ്ങൾ ഭയപ്പെടേണ്ടത് ബിരുദത്തിന്റെ ആത്മാവിനെ അല്ല, സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ശക്തിയുടെ ആത്മാവ്. സുബോധമുള്ളവരായിരിക്കണം. പ്രോപ്പറായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. മൂത്തവരെ നമ്മൾ ബഹുമാനിക്കണം. അത് രാഷ്ട്രീയക്കാരോ വിശ്വാസമോ ആരും ആയിക്കോട്ടെ. ബൈബിൾ മൊറാലിറ്റി ഇസ് ദർ. ഹല്ലേലൂയ. എങ്ങനെ ജീവിക്കണം? എങ്ങനെ നീ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെടണം, MLA ഇടപെടണം, അയൽവക്കക്കാരോട് ഇടപെടണം, അമ്മയോട് എങ്ങനെ ഇടപെടണം, ചേട്ടനോട് എങ്ങനെ ഇടപെടണം, അന്യത്തോടെ കസിൻസിനോട് എങ്ങനെ ഇടപെടണം, ഇതെല്ലാം ബൈബിളിലുണ്ട്. അതിന്റെ മാർജിൻ വിട്ടു പോകാൻ പാടില്ല. ബൈബിളിൽ എല്ലാത്തിനും പറയുന്നുണ്ട്. അത് അനുസരിക്കാനാണ് ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്ന ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികൾ മിണ്ടായിരിക്കാൻ ഒക്കത്തില്ല. അത് വിശ്വാസി ആയിക്കോട്ടെ അവിശ്വാസി ആയിക്കോട്ടെ, ആ ദൈവത്തിന്റെ സ്നേഹം ഹല്ലേലൂയ നമ്മളെ തൊടാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞേ, കടാരികളുടെ നടുവിൽ തന്നെ ദൈവം വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, വിശ്വാസി വന്ന ശേഷമുണ്ട്, ചേർത്തലയിൽ തന്നെ ഉണ്ട്, പക്ഷെ ആരും തൊട്ടിട്ടില്ല. അവരെ നാളെ പിറ്റേന്ന് അത് എന്റെ സ്നേഹിതനായിട്ടുണ്ട്. എന്നെ എതിർത്ത് ഒത്തിരി പേര് വിശ്വാസത്തിലുണ്ട്. ഹല്ലേലൂയ. ചക്രവാണി വക്കീല് ഞാൻ ആ സാക്ഷിയെല്ലാം പറഞ്ഞ് അങ്ങനെ ആ നിങ്ങൾക്കറിയാം ടാക്സ് അടിച്ചല്ലോ. ആ ടാക്സ് അടിച്ചത് വിതരണം ചെയ്യപ്പോഴത്തേക്ക് അതിനകത്തൊരു വക്കീൽ നോട്ടീസ് അയച്ചു. ഒരു വക്കീല് അവിടുത്തെ വക്കീല, അതിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല, ഇന്നും മറ്റു അതേ ഒരു എഴുതി ഈ ആ ട്രാക്റ്റും പിൻവലിച്ച് അതിന്റെ ഇത്രയും കോപ്പി പിൻവലിച്ച് അടിച്ച് ക്ഷമ പറഞ്ഞ് സമൂഹത്തിൽ കൊടുത്തില്ലേ നിങ്ങളുടെ പേര് കേസെടുക്കും, കോടതി കേസ് കൊടുക്കുന്നു. ഇതെല്ലാം ഞാൻ ചക്രവാണി വക്കീലും ഞാനും ഒക്കെ പ്രതികളാ. ആ പ്രിന്റ് ചെയ്ത് ആ പ്രസ്സുകാരനുണ്ട് 3 പേരെ. ഞാൻ ചക്രവാണി സാറിനെ കണ്ടിട്ടുണ്ട്. അവിടുത്തെ പോലീസുകാരും വന്ന് പോലീസുകാരൻ ഞാൻ എന്റെ കുടുംബമായിട്ട് ഞങ്ങൾ അമ്മയുടെ ജയമയുടെ വീട്ടിലോട്ട് പോകാൻ നിൽക്കുമ്പോഴേ പോലീസുകാരൻ വന്നു. ഈ പോലീസ് ഞാൻ പറഞ്ഞു ഇന്ന് വരത്തില്ല, തിങ്കളാഴ്ച വരുള്ളൂ, ഞാൻ തിങ്കളാഴ്ച വരാമെന്ന്. പുണ്യാൻ വിളിച്ചിട്ട് പോയി. തിങ്കളാഴ്ച ഞാൻ ചക്രവാണി സാറിനെ കണ്ടു. സാറിന് അവിടെ ചെല്ലുമ്പോഴാരാ അവിടെ സർക്കിളിനെടുക്കില്ല. സർക്കിൾ ആരാ? എന്റെ കൂട്ടുകാരനായ നൂറിനാട് ഉത്തരാകാശ ഡോക്ടർ രാമേന്ദ്രന്റെ ചേട്ടനാ അവിടുത്തെ സർക്കിള്. ചക്രവാണി വക്കീൽ അവിടുത്തെ നേതാവായിട്ട് ചക്രവർത്തി CI എഴുതിയിട്ട് കൈകുപ്പിക്കൊണ്ട അവർ സീറ്റ് ഞങ്ങൾക്ക് തന്നത്. കണ്ടുപോയി വർത്തമാനം പറഞ്ഞ് റൈറ്ററോട് പറഞ്ഞ് അതെ വക്കീൽ സാറ് പറഞ്ഞ പോലെ എഴുതി വെച്ച് അവർ വിട്ടേക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് വേണ്ടി കരുതുന്നൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നാകൽ നിങ്ങളുടെ സകല ചിന്ത വേണം, ആകുലം വേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല. കഷ്ടം വന്നാലും ബുദ്ധിമുട്ടുന്നാലും ഹല്ലേലൂയ. എന്നാൽ ജീവിക്കുന്നതിൽ എത്ര പ്രാവശ്യം മരിക്കാൻ ആഗ്രഹിച്ചു? എത്ര പ്രാവശ്യം ഞാൻ ദൈവത്തോട് എനിക്ക് കർത്താവ് എന്നെ മരിച്ചുപോയെങ്കിൽ ചെന്നേറിയ വന്നരക മതിൽ. സൈമൺ സാറിന്റെ പാട്ട എന്നെ അപ്പോഴും കൂടെ പാടും. കാരണം അതുകൊണ്ട് തന്നെ ഇതേ ശരീരത്തിൽ നമ്മൾ ഇപ്പൊ കാണുന്ന പോലെ ഇതേ ശരീരത്തിൽ കർത്താവിനെ കാണുകയും നമ്മുടെ സവിശ്വാസികൾ സ്വത്രം അവിടെ തന്നെ കർത്താവിന്റെ പൊന്മുഖം കാണുന്ന മുഖത്ത് കണ്ണു വല്ലിരിക്കാനൊക്കത്തില്ല, വേറെ ആരെയും കാണാനൊക്കത്തില്ല, സമയം കിട്ടത്തില്ല. കാരണം ആ വെണ്മയും ചുവപ്പുള്ള ദൈവത്തിന്റെ പൊന്മുഖം കാണുന്നത് നമ്മുടെ കണ്ണ് മാറ്റാൻ പറ്റുമോ? ഇറ്റ്സ് അമേസിങ്, ഇറ്റ്സ് ഗ്ലോറിഫുൾ, മജസ്റ്റിഫുൾ. ഹല്ലേലൂയ. അപ്പൊ ആ തമ്പുരാന്റെ അടുക്കലേക്ക് നമ്മൾ പോകാൻ പോകുന്നത് അല്പകാലം മാത്രം. നമ്മൾ പാടുതലുമുണ്ട്, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപ്പുരമാണ് എന്റെ നിത്യമാം വീട്. സ്വർപ്പുരത്തിന് 7 വർഷമേ ഉള്ളൂ, പിന്നെ തിരിച്ചു വന്ന് ഹല്ലേലൂയ മഹോദരകാലം കഴിഞ്ഞ 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞാൽ ഇതിനെ കത്തിച്ച് പുതിയ ആകാശപതി, അത് പിന്നെ സ്വർഗരാജ്യം. ഈ ഭൂമി നിറയുമ്പോൾ മറ്റു കാലത്തുള്ള കുടിയേറും. അവരെ ഭരിക്കാനാണ് പുതിയ യെരൂശലേമിൽ പാർക്കുന്ന പുതിയ നിയമസഭ. പിതാക്കന്മാര് അതിന്റെ കസ്റ്റോഡിയൻസ് ആയിട്ട് ഇസ്രായേൽ മക്കളുടെ നീയാ. അത് 4 സൈഡിലും 3 പടിഞ്ഞാറ്, 3 കിഴക്ക്, 1 തെക്ക്, 3 വടക്ക് അവരുടെ 12 ഗോത്രം 9 വിധം. ഹല്ലേലൂയ. ഇതെല്ലാം ബൈബിളിലുള്ളത്, ഇതേ ഹിസ്റ്ററി. ഞാൻ 969 ദൈവനെ അഭിഷേകം അന്ന് പോലെ. പക്ഷേ അതിനേക്കാൾ പിന്മാറി ഞാൻ പോയി. പിന്നെ ദൈവനെ കൊണ്ടുവന്നു. അതിനിടയ്ക്ക് ഞാൻ ബിസിനസ്സുകാരനായി. 82 കല്യാണം കഴിച്ചേൻ. ട്രിവാൻഡ്രത്താണ്. ദൈവാത്മാവ് പറഞ്ഞായിട്ട് വല്ലതും പറഞ്ഞ് കല്യാണം കഴിച്ചു. തിരിച്ചു ട്രിവാൻഡ്രത്ത് വന്നു, കോട്ടയത്ത് വന്നു. ഹല്ലേലൂയ. അങ്ങനെ കല്യാണം കഴിച്ചിരിക്കുമ്പോൾ 87 എനിക്ക് 3 മക്കളുണ്ട് പറഞ്ഞല്ലോ. സ്തോത്രം.
എന്റെ എന്റെ ഭാര്യയുടെ വീട്ടിൽ ജയമോളുടെ കൂട്ടത്തില് അവള് മാത്രമേ ജോലിയുള്ളൂ. എന്നാ പഠിക്കാൻ ഏറ്റവും പഠിക്കുക ഡിഗ്രിക്ക് 100% മാർക്കാണ് മാത്സിന്. അവിടെ ചേച്ചി ഡോക്ടറാണ്. അനിയത്തി അത് സ്തോത്രം കാക്കനാടന്റെ ചേട്ടന്റെ മകനായിട്ടിരിക്കുന്നത്. അവരെല്ലാം അവർ വിശ്വാസികളാ. TPM അവർ കൂടുന്ന. അമ്മച്ചിയും 86 വയസ്സും ഞാൻ 57 വയസ്സുണ്ട് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരുമ്പോൾ ഒരു കാര്യമുള്ളൂ, വല്ല വിധേയനെയും മരിച്ചവരുടെ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കാമോ എന്നും വെച്ച് ഞാൻ അവരെ നിമിത്തം സഹകരിച്ച് അപ്പം ചവതണിക്കുന്നു. കർത്താവിന്റെ അടുക്ക പോകണം, നമുക്ക് വേറൊന്നുമില്ല. അതിൽ എന്നെ സഹായിച്ചു ഒത്തിരി റെനി ജോർജ്, എന്റെ പഴയ സുഹൃത്താ. മദ്രാസിൽ മുന്നേ അറിയുമല്ലോ. ഞങ്ങള് എല്ലാത്തിലും ഞങ്ങൾ കൂട്ടുകാരുടെ പക്ഷേ അദ്ദേഹം ഉമ്മൻചാണ്ടി ആളാണ്, ഞാൻ കർണാടൻ്റെ ആള്. ആ വ്യത്യാസമുള്ളൂ. ഞാൻ പക്കാ പൊളിറ്റീഷ്യനായിരുന്നു, പുള്ളി വേറൊരു ടൈലായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ വിളിക്കുന്നത് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച്, കഴിഞ്ഞ ദിവസം എനിക്ക് ഇച്ചിരി പൈസ അയച്ചെന്ന്. ഉള്ള മോടെ കല്യാണം കൊല്ലത്ത് വെച്ച്. അതിന്റെ പാസ് വരാനൊക്കത്തോണ്ട് ഞാൻ സെൻഡിങ് സം മണി എന്ന് പറഞ്ഞു എനിക്കൊരു റിമുനറേഷൻ അയച്ചു. ഹല്ലേലൂയ. അത് പിന്മാറി പോയപ്പോഴേക്ക് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു ഹി വിൽ കം. ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞ് ഹി വിൽ ബി ബാക്ക് ആഫ്റ്റർ സെന്റൻസിങ്. കോടതി വരും, ഹല്ലേലൂയ, മടങ്ങി വരും, ഒരു സുവിശേഷക്കാരനാവും. ട്രെയിനിയുടെ പാപ്പ എവിഎം ക്രൂസലിലെ ഡയറക്ടർ ആയിരുന്നു അന്ന്. അവരൊക്കെ അവരുടെ ആ രജിസാറിന് അവരുടെ ആ ഒക്കൊടിച്ച പാട്ടൊക്കെ അന്ന് തന്നെ ഒത്തിരി ചെറുതിലുള്ള പ്രൈസലാണ്. ഹല്ലേലൂയ. എനിക്കൊന്നേ ഉള്ളൂ, എന്റെ സ്വന്തക്കാരും ബന്ധുക്കാരും ചാർച്ചക്കാരും ദിവസേനെ കാണുന്ന ഒരു നാട്ടുകാരും ഒക്കെ എങ്ങനെയായാലും ഈ നരകത്തിൽ നിന്ന് സെൻട്രൽ ജയിലിൽ പോവാതെ ഫ്രീ ആയിട്ട് ചൊവ്വായി പോവാന്നു. ഫ്രീ ആയിട്ട് സ്വത്രം. ഇപ്പൊ ഞാനും നമ്മൾ ആരെങ്കിലും ഇരിക്കുന്ന ഒരു ട്രിവാൻഡ്രം സെൻട്രൽ ജയിലുണ്ട്, കണ്ണൂർ സെൻട്രൽ ജയിലുണ്ട്, ഞാൻ കയറ്റുമില്ല. എന്നാ പ്രതിയായിട്ട് എന്നാലും കയറ്റും. ഈ ചൊവ്വായി മുതലേക്ക് പിന്നെ പോകുന്നതിനാ. നാളത്തെ സെൻട്രൽ ജയിൽ ഇതാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. എഡ്യൂക്കേറ്റിംഗ്. ഹല്ലേലൂയ. തീയും ഗന്ധവും തീപ്പ് അഗ്നിനരെ നിത്യ പിശാചിനും അവന്റെ കൂട്ടർക്ക് ഒരു ശുക്രൻ വാക്കിനർത്ഥന ശുക്രൻ പിശാചി വാക്കിനർത്ഥ. അപ്പൊ അവന്റെ അവിടുത്തെ പിശാചിനും അവന്റെ കൂട്ടർക്ക് ഒരുക്കി നിത്യാഗ്നിയിലേക്ക്, അഗ്നിനരകത്തിലേക്ക്, ഏറ്റവും പുറത്തുള്ളവരിലേക്ക്, ചൊവ്വായിലും മുതലും ഹീലിയം ഇതെല്ലാം കത്തുക. ഇത് യാഥാർത്ഥ്യമാണ്. നമ്മൾ മനസ്സിലാക്കി 21ാം നൂറ്റാണ്ടിൽ നമ്മൾ we have to give evidence of what we preach. നമ്മൾ എന്ത് പറഞ്ഞാലും തെളിവ് കൊടുക്കാൻ ബാധ്യസ്ഥ. സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾക്ക് മോളിൽ വടക്ക്, യെശയ്യാ 14:12 നക്ഷത്രങ്ങൾ ഉത്തരദിക്കിന്റെ അതിർത്തിയായ ഈ ഗാലക്സികളുടെ എല്ലാം മുകളിൽ, ഹല്ലേലൂയ, 10,000 കോടി ഗാലക്സി കണ്ടുപിടി പേരിട്ടിട്ടുണ്ട്. ഒരു ഗാലക്സിക്കകത്ത് 20,000 40,000 അതിന് മുകളിലാ സ്വർഗം. ക്യാൻ ഇമാജിൻ? 26 വർഷമായിട്ട് ബുധനിലോട്ടും ശനിയിലേക്ക് തന്നെ സാറ്റലൈറ്റ്സ് അയക്കുന്നു നമ്മുടെ നാസായിൽ നിന്നും ഒക്കെ. ഇത് 26 വർഷമായിട്ട് പൊക്കോട്ടി വെച്ചു ബുധനിൽ ചൊവ്വയിലേക്ക്. ഇതിനോട് ചെന്നിട്ടില്ല, ചൊവ്വായിൽ പോയി. അപ്പൊ ഇതിന്റെ ഇതെല്ലാം നമ്മൾ we should know what the hell എന്ന് പറഞ്ഞാൽ സെൻട്രൽ ജയിൽ. നമ്മുടെ കർത്താവ് വരാതെ എങ്ങനെയും ഒരാളെ നേടുക എന്നുള്ളത് നമ്മുടെ കാര്യം. ഹല്ലേലൂയ. കഷ്ടങ്ങൾ വരും, ഭയപ്പെടരുത്. എന്റെ കാര്യം വരും, നമ്മളെ കൊല്ലാൻ അവർ പേടിക്കത്തില്ല. എന്റെ ഞാൻ ഇത് ഒരു കൂടെ പറയും. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് രാഷ്ട്രീയക്കാരൻ നടന്ന 900 അടിയന്തരാവസ്ഥക്കാലത്തെ കാര്യമാണ്. ഞങ്ങളുടെ ഒരു KPCC ഉണ്ടായിരുന്നു, ഇവിടെ വളരെ പച്ചന്നാവും, പുള്ളി മരിച്ചുപോയി. അദ്ദേഹത്തിന് ഞങ്ങളും ഞങ്ങൾ രണ്ടുപേരും അവർ പൊട്ട ഞങ്ങളുടെ ടാക്സി വണ്ടി ഉണ്ട്, KLE 8525. അതിലാ ഞങ്ങളുടെ ഡ്രൈവർ മേടിച്ചല്ലോ മണ്ണി കാച്ചു വെക്കാൻ. അതിലാ ഞങ്ങൾ രാവിലെ പോക്കുമാരോട് സ്വന്തം വണ്ടി. അന്നത്തെ കാലത്ത് അങ്ങനെ, അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പൊ രാവിലെ പൊട്ടങ്ങനെ പാപ്പച്ചൻ വരുമ്പോഴത്തേക്ക് 5-6 പേര് കാണാൻ, അവരെല്ലാം അങ്ങോട്ട് പറഞ്ഞിട്ട് ഈ വണ്ടിയെ കയറി ഞങ്ങൾ വന്ന്. ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് ഈ അപ്പച്ചന്റെ അമ്മാച്ചനെ കയറി അവിടെ അടുത്തുള്ള ഒരാൾ ചെറിയ പറയുകയാണ് ചെയ്തു വരുന്നു. അമ്മാച്ച ഞങ്ങളുടെ കൂടെ നീ നേതാക്കന്മാരുടെ അടിയന്തരാവസ്ഥക്കാലമാണ് നേതാക്കന്മാരായിട്ട് നടന്നോടാ. ഇത് കിടപ്പം ഞങ്ങൾക്ക് വിഷമായി. കോട്ടയത്തിരുന്ന് അന്ന് SI നരേന്ദ്രനാ, മരിച്ചുപോയില്ലേ. അന്ന് കൃഷ്ണൻകുട്ടിയുണ്ട്, കൃഷ്ണൻകുട്ടിയുണ്ട്, DYSPയും സർക്കിളും ഒക്കെയാണ്. അവരോട് ചെന്ന് കണ്ടത് പറഞ്ഞ് ചെറിയ ആക്ഷൻ ഉണ്ടാകും, ഞങ്ങൾ പോലീസ് അങ്ങോട്ട് വരുന്നത്. വൈകിട്ട് ഞങ്ങളുടെ ടാക്സി യൂണിയൻ ഉണ്ട് മെഡിക്കൽ കോളേജിലെ, അവരെല്ലാം കളക്ട് ചെയ്ത് വീട് കയറി അങ്ങ് തല്ലി. ഞാനും പോയില്ല, ഞങ്ങൾ കറയെ ജന കൊടുന്നു. പിള്ളേര് പോയി അടിയും പിടിച്ചുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ നരേന്ദ്രനെ ഞാൻ ചെന്നു. ഇവരെ വിളിച്ചുകൊണ്ട് വന്നു, ഒരുത്തൻ ടാക്സി വിളിച്ചുകൊണ്ട് അവര് അടി കൊടുത്തു. ഞങ്ങൾ അടി കൊടുത്ത് നരേന്ദ്രനും 2 അടിയാ കൊടുത്തു, കേസൊന്നും ഇല്ലാതെ. അത് കഴിഞ്ഞ്
വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ മാനസാന്തരപ്പെട്ടു. അതാണ് പറയാം, മാനസാന്തരപ്പെട്ട് ഈ കൊടമാള് കവലേജ് പിന്നെ ഞാൻ പോകത്തില്ല. എന്റെ കർത്താവിനെ കണ്ടു, ആ പുള്ളിനെ തല്ലാൻ വന്നിരിക്കുക. ഞാൻ പറഞ്ഞു, മോനെ, ഞാൻ ദൈവത്തില്ല, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരിക്കലും നിന്നെ കൂട്ടി വരുന്നു, നിങ്ങൾ പേടിച്ചവരായിരുന്നത്. ഞാൻ ഒരിക്കലും ചെയ്തതെല്ലാം അപ്പനോടും അമ്മയോടും എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. കർത്താവ് വരുമ്പോൾ നമുക്കിവിടെ കാണണം. ഇവിടം വരെ എന്നെ ഇടിക്കേണ്ട എത്ര പ്രാവശ്യം കഴിയുമെന്നറിയാം. മൂക്കിന്റെ അവിടെ വരെ എന്റെ മേത്ത് തൊട്ടില്ല. ഗോഡ്സ് ക്രിയറ. നമ്മുടെ കർത്താവ് വരുമ്പോഴത്തേക്ക് അവിടെ കാണുന്ന ഒറ്റ ആഗ്രഹമുള്ളു, എനിക്ക് അരോമ TV സൗരഭ്യം വസത്തുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സൗരഭ്യം വസത്തുന്ന പഴയ നിയമത്തിൽ യാഗം നടത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സൗരഭ്യം, ദൈവം മണത്തിട്ട സമാഗമന കൂടാരത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്നത്, അത് യെരൂശലേം ദൈവാലയത്തിലേക്ക് ഇറങ്ങി വന്നിരുന്ന അതുപോലെ നമ്മൾ യാഗമായി. നിങ്ങളോ അന്ധകാരത്തിൽ ഘോഷിപ്പാൻ ജാതീയ പുരോഹിത വർഗമായി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ നമുക്ക് സ്വയം യാഗമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അരോമ TV ജോൺ സാറിനും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രസ്ഥാനത്തിനും ഈ അനേകാർക്കും പ്രയോജനം. ഡിജിറ്റൽ വേൾഡ് യൂണിറ്റ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, സാറിനെ പോലുള്ളത് ദൈവം ധാരാളമായി ആയുസ്സും ആരോഗ്യവും ബലവും തന്ന് ഇത് അനേകർക്ക് പ്രയോജനപ്പെടും ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മഹാദൈവമേ, പരിശുദ്ധ പിതാവേ, നിന്റെ വിലപ്പെട്ട ദാസൻ അരോമ TVയുടെ ജോൺ സാറ്, കർത്താവേ, ഈ ഡിജിറ്റൽ യുഗത്തില് താൻ അനേകരുടെ അടുക്കൽ സുവിശേഷം എത്തിക്കുവാൻ തന്നെ ആഗോളം കഴിയുന്നു. ദൈവത്തിന് ഓരോ മീഡിയാസും ഓപ്പൺ ദാൻ സാറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക, തന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, തന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അരോമ TV സൗരഭ്യം വളർത്തുന്ന പഴയ നിയമത്തിലെ യാഗം നടത്തുമ്പോൾ സൗരഭ്യം, അത് സമാഗമനം കൂടാതെ യെരൂശലേം ദൈവാലയത്തിൽ വരുമ്പോൾ ദൈവം ഇറങ്ങും, ദൈവത്തെ ഷെക്കേന ഇറങ്ങി വരുന്നത് പോലെ ഞങ്ങൾ യാഗമായി, കർത്താവിന്റെ യാഗമായി തീർന്ന ഞങ്ങൾ തന്നെ യാഗവസ്തുവായി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ തീയിറങ്ങി ഞങ്ങളെ കർത്താവെ നിനക്ക് സൗരഭ്യവാസന ആയി ലോകത്തിന് മനസ്സിലാക്കുവാൻ, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും അതേ കർത്താവ് നശിച്ചു പോകുന്നവരുടെ ഇടയിലും കർത്താവെ നിന്റെ സൗരഭ്യവായി സ്നേഹത്തിരുവാൻ. അതേ പൗലോസ് പറഞ്ഞല്ലോ, ഞാൻ ക്രിസ്തുവിന്റെ നിമിത്തം ചെയ്യാം ഒരു സൗരഭ്യവാസനയാകും. അത് 21-ാം നൂറ്റാണ്ടിലും അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. ജോൺ സാറിനെ കർത്താവിന്റെ കാര്യം ബലമേൽപ്പിക്കും. ഒരു സാക്ഷ്യം പറയുന്നവരെ ആ റെനി ജോർജിനെ, സ്വിറ്റ്സർലൻഡിനെയും കർത്താവെ നീ കൊടുത്ത പോലെ എനിക്കും തന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവിന്റെ ദാസ ധാരാളമായി ആയുസ്സും ആരോഗ്യം ബലവും കൊടുത്ത് ഈ TV അനേക കാര്യങ്ങൾ മലയാളം എവിടെയെല്ലാം ഉണ്ടോ അവിടെ എല്ലാം ഇത് കർത്താവ് വ്യാപരിച്ച് കാണപ്പെടുവാൻ ഓരോ മലയാളിയും കർത്താവിന്റെ വരുമ്പോൾ ഒരുക്കപ്പെടുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അനുഗ്രഹിക്കണം, ആശ്രയിക്കണം. യേശു കർത്താവിന്റെ ദിവ്യനാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസ് പീറ്റർ അവറുകൾ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജനിച്ചു വളർന്നതായ ജീവിത പശ്ചാത്തലത്തിലും അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനും കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും ഇടയായി തീർന്ന നല്ല അനുഭവങ്ങളുടെ ഓർമ്മകൾ അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്ന് ആ വന്ന സാഹചര്യം അനുസരിച്ച് നോക്കിയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു രാഷ്ട്രീയ നേതാവായിട്ട് മുൻനിരയിൽ നിൽക്കാമായിരുന്നു. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയുടെയോ സംഘടനയുടെയോ ദേഹോപദ്രവത്താൽ ഒരുപക്ഷെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനും ഒരുപക്ഷെങ്കിൽ ഇടയാകുമായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിക്ക് വേണ്ടിയിട്ട് ദൈവം ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് ഒരു ദൈവമകനാക്കി തീർത്തു. പാപത്തിലേക്ക്, നാശത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് പോകുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് വഴികാട്ടിയായി അവരെ സത്യത്തിന്റെ പാതയിലേക്ക് വഴി നടത്തുവാൻ ദൈവം ഇന്ന് നിർത്തിയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാഷ്ട്രീയം നല്ലതാണ്, വിദ്യാഭ്യാസം നല്ലതാണ്, എല്ലാം നല്ലതാണ്. അത് അതിൻ്റെതായ നിലയിൽ പോയാൽ, ഉപയോഗിച്ചാൽ എല്ലാം നല്ലതാണ്. എന്നാൽ ആ വിധമായ വഴികളിലൊക്കെ പോകുന്നവരൊക്കെയും ശരിയായ പാതകളിൽ എത്തിച്ചേരുവാൻ കഴിയാതെ ഏതെങ്കിലും ദോഷൈകമാകുന്ന സാഹചര്യത്തിൽ ചെന്ന് അകപ്പെട്ട് അനർത്ഥങ്ങളില് പട്ടുപോകുന്ന അനുഭവങ്ങൾ നമ്മുടെ കണ്ണിന് മുൻപിൽ കണ്ടുവരുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ കർത്താവിന്റെ ക്രൂശിലെ സ്നേഹത്താല് പ്രിയ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം തിരഞ്ഞ് വേർതിരിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം വേർതിരിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം കടന്നു വന്ന് നല്ല ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്.
അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണുന്നവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com